ഒരുപാട് സ്നേഹിതർക്ക് മുന്നിലേക്ക് എന്നെ ക്ഷണിച്ച ഞാനേറെ ഇഷ്ടപ്പെടുന്ന ജനപ്രതിനിധിയും എഴുത്തുകാരനും ഗാനരചയിതാവും കവിയും ഈ ഗ്രാമത്തിൻ്റെ മുഴുവൻ പ്രിയങ്കരനുമായ വർഷങ്ങളുടെ സൗഹൃദങ്ങൾ ഇപ്പോഴും ഒരു പോറലുമില്ലാതെ കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ ആത്മമിത്രമായ ടി എൻ പ്രതാപൻ അവർകൾ, എൻ്റെ മുന്നിലിരിക്കുന്ന പാട്ട് പാടുന്നവർ, പാട്ട് കേൾക്കാൻ വന്നിട്ടുള്ളവർ, പ്രിയപ്പെട്ടവരെ, മരിച്ചാലും മരിക്കാത്ത വയലാർ എന്നാണ് പ്രിയദർശിനി ലൈബ്രറിയുടെ പ്രിയദർശിനി സ്മാരക സമിതിയുടെ ആതിഥ്യത്തിൽ നടക്കുന്ന ഈ മഹത്തായ വയലാർ സ്മരണയുടെ പേര്. മരിച്ചാലും മരിക്കാത്ത വയലാർ. വയലാറിന് മുൻപ്, വയലാറിന് ശേഷവും വയലാറിനേക്കാൾ വലിയ കവികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വയലാർ രാമോർമ്മ ഓർമ്മയായിട്ട് 50 വർഷം കഴിഞ്ഞിട്ടും നിലനിൽക്കുന്നത് എന്നൊരു ചോദ്യം, അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. വയലാർ, അത് നേരത്തെ ഇവിടെ ടി എൻ പ്രതാപൻ അവർ പറഞ്ഞു, വയലാർ മനുഷ്യന് വേണ്ടി, മനുഷ്യനാണ് വയലാറിൻ്റെ ഏറ്റവും വലിയ വിഷയം. വയലാർ എഴുതിയതെല്ലാം മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു. വയലാർ നിലകൊണ്ടത് മനുഷ്യത്വത്തിന് വേണ്ടിയായിരുന്നു. വയലാർ മറ്റെല്ലാത്തിനും അപ്പുറത്ത് മനുഷ്യൻ്റെ ആന്തരികവും ബാഹ്യവുമായ ശക്തിയെക്കുറിച്ച് ബോധവാനായിരുന്നു. വയലാറിൻ്റെ പാട്ടുകളെ നമ്മൾ സ്നേഹിക്കാനുള്ള മറ്റൊരു കാരണം, വയലാർ എഴുതിയ പാട്ടുകളിലൂടെയാണ് നമ്മൾ പലരും മലയാള അക്ഷരങ്ങൾ, സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരെക്കാൾ നമ്മൾ മലയാള അക്ഷരങ്ങൾ, സാഹിത്യം എല്ലാം പഠിച്ചത്. കേൾവിയിലൂടെ കിട്ടിയ വലിയൊരു വിദ്യാഭ്യാസമായിരുന്നു. അതുകൊണ്ട് വയലാർ, എനിക്ക് ടി എം പ്രതാപൻ അടക്കമുള്ള സുഹൃത്തുക്കൾക്കും എനിക്കുമൊക്കെ വയലാർ ഒരു വലിയ അധ്യാപകനാണ്. സ്നേഹിച്ചും ജീവിച്ചും കൊതി തീരാതെ ഈ മനോഹര തീരത്ത് നിന്നും കൂടൊഴിഞ്ഞു പോയ കാവ്യശില്പിയാണ് വയലാർ രാമോർമ്മ. വയലാർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് മനുഷ്യൻ എന്നാണ്, വിശ്വപ്രകൃതി എന്നാണ്, നിത്യഹരിതം എന്നൊക്കെയാണ്. അപ്പോൾ വയലാറിൻ്റെ സാമൂഹ്യപരമായ അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് വയലാറിൻ്റെ പ്രതിഭ തന്നെയാണ്. വയലാർ എഴുതിയ പാട്ടുകൾ വെറും പാട്ടുകളല്ല, അത് ഉന്നത നിലവാരമുള്ള കവിതകളായിരുന്നു. വയലാർ സംവദിച്ചത് നമ്മുടെ തലച്ചോറിനോടല്ല, വയലാർ സംവദിച്ചത് നമ്മുടെ ഹൃദയങ്ങളോടാണ്. പല കവികളുടെയും കവിതകളും ഒക്കെ നമുക്ക് ഒന്ന് തലച്ചോറിൽ കയറി താഴേക്ക് വരണം. വയലാർ നേരിട്ട് ഹൃദയത്തിലേക്കാണ് അടിക്കുന്നത്. വയലാർ ചിരഞ്ജീവിയാണ്. എന്തുകൊണ്ടാണ് വയലാർ ചിരഞ്ജീവിയാവുന്നത്? ഈ ഒരു അടിസ്ഥാനപരമായ അദ്ദേഹത്തിൻ്റെ മനുഷ്യസ്നേഹം കൊണ്ടും അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ഏതൊരു നിരക്ഷരനും മനസ്സിലാകുന്നുകൊണ്ടുമാണ്. ഇവിടെ നേരത്തെ ഒരാൾ പറഞ്ഞു, ഒരു സുഹൃത്ത് പറഞ്ഞത്, നമ്മുടെ ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും യൗവനത്തിലേക്കുമുള്ള മടക്കയാത്രയാണ് വയലാറിൻ്റെ പാട്ടുകൾ. ദിവസത്തിൽ ഒരിക്കൽ പോലും വയലാറിൻ്റെ ഒരു പാട്ട് കേൾക്കാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയലാറിനൊക്കെ പ്രശസ്തരായ ഒരുപാട് കവികൾ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ എത്ര വരികൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ചാൽ. വയലാറിൻ്റെ വരികളാണ് നമുക്ക് ഓർമ്മയിൽ വരിക. എന്നാൽ അതെല്ലാം ഒന്നാം തരം കവിതകളുമായിരുന്നു. 1956 കേരളപ്പിറവിയുടെ വർഷമാണ്. 1956 നവംബർ 1, അതായത് ഇന്നേ ദിവസമാണ് ഭാഷാടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനം നിലവിൽ വന്നത്. അതേ വർഷം തന്നെയാണ് കവിയായ വയലാർ സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതുന്നു. അവിടെ അന്നൊക്കെ 50കളിലൊക്കെ സിനിമ എന്ന് പറയുന്ന പ്രതിഭാസം എന്ന് പറയുന്ന ദൃശ്യശ്രവ്യ വിസ്മയം, ഒരു വർഷത്തിൽ 10ഉം 50ഉം സിനിമകളൊന്നും ഇറങ്ങിയിരുന്നില്ല, 4-5 സിനിമകൾ ഇറങ്ങുന്നു. 56 ഇറങ്ങിയ ഏറ്റവും പ്രശസ്തമായ ചലച്ചിത്രം വയലാർ ഗുരുവായി കാണുന്ന പി ഭാസ്കരൻ്റെ ചന്ദ്രതാര പ്രൊഡക്ഷൻസിൻ്റെ, എന്തൊരു പേരല്ലേ ചന്ദ്രതാര, ടി കെ പരീക്കുട്ടി എന്ന് പറയുന്ന നിർമ്മാതാവിൻ്റെ ചന്ദ്രതാര പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ പി ഭാസ്കരൻ മാസ്റ്റർ, വയലാറിൻ്റെ ഗുരുവായ
ജ്യേഷ്ഠനായ പി ഭാസ്കരൻ മാസ്റ്റർ സംവിധാനം ചെയ്ത് പാട്ടുകൾ എഴുതിയ സിനിമയായിരുന്നു 56-ലെ രാരിച്ചൻ എന്ന പൗരൻ. പച്ചമണ്ണിൻ്റെ സുഗന്ധമുള്ള വാക്കുകളും സംഗീതവും കൊണ്ട് മലയാളിത്വമുള്ള പാട്ടുകളുടെ പിറവിയുടെ കാലമായിരുന്നു. അപ്പോൾ ഭാസ്കരൻ മാസ്റ്ററും രാഘവ മാസ്റ്ററും ചേർന്നൊരുക്കിയ രാരിച്ചൻ എന്ന പൗരൻ 56 മാർച്ച് മാസത്തിൽ റിലീസ് ചെയ്യുമ്പോൾ അതിലെ പാട്ടുകൾ വെറും മലയാളമായിരുന്നു. വെറും മലയാളം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ പറയുന്ന ഭാഷ. ഏതായിരുന്നു പാട്ട്? നാഴിയൊരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം, ആ മാനത്തൊരു പൊന്നോണം. നാഴിയൊരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം എന്നത് പി ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ വാക്കുകളല്ല, അത് പഴഞ്ചൊല്ലാണ്. പക്ഷേ 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം എന്നെഴുതിയത് ഭാസ്കരൻ മാസ്റ്ററുടെ പ്രതിഭയാണ്. അത് ആകാശത്തേക്ക് നോക്കി എഴുതിയതാണ്. പി ഭാസ്കരൻ മാസ്റ്റർ ആകാശത്തേക്ക് നോക്കി പാട്ടുകളും കവിത എഴുതിയ ആളാണ്. നാഴിയൊരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം എന്ന പഴഞ്ചൊല്ലിൽ അദ്ദേഹം തുന്നിച്ചേർത്തത് 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം എന്നാണ്. നിലാവാണ് നാഴിയൊരിപ്പാല്. നാഴിയൊരിപ്പാല് ആകാശത്തേക്ക്, പണ്ടത്തെ അമ്മമാർക്കറിയാം, നാഴിയൊരിപ്പാലം കൂടെ ഒഴിച്ചു, അതിങ്ങനെ വട്ടത്തിൽ വന്നു, അത് പരന്നു, അവിടെ ഇവിടെ തുമ്പപ്പൂ പോലെ നക്ഷത്രങ്ങൾ വന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് പൊന്നിൻ്റെ തട്ടമിട്ട് ചന്ദ്രൻ മേലേ സുറുമയാൽ കണ്ണെഴുതി താരകൾ നീളേ, അന്തിക്ക് പടിഞ്ഞാറേ ചെന്തങ്ങിൻ കുലജത്തെ കല്യാണ വീട്ടിലാരോ പൂമുല്ലപ്പന്തൽ തീർത്തു, പൂമുല്ലപ്പന്തലു കെട്ടി. മാപ്പിളപ്പാട്ട് ഈണത്തിലാണ്. അത് 56-ലെ സിനിമ. 56-ൽ ഈ സിനിമ ഭാസ്കരൻ മാസ്റ്റർ സംവിധാനം ചെയ്തെന്ന് പറഞ്ഞില്ല. ഈ സിനിമയ്ക്ക് പുറകെ വരുന്ന സിനിമയുടെ പേരാണ് കൂടപ്പിറപ്പ്. കൂടപ്പിറപ്പ് വരുന്നത് പ്രധാൻ സാറിനൊക്കെ അറിയാം. കൂടപ്പിറപ്പ് വന്നത് 1956 നവംബർ 5-ാം തീയതിയാണ്. എന്ന് പറഞ്ഞാൽ ഈ കേരളപ്പിറവിന് ശേഷം. ആ പാട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിലാണ് വയലാർ രാമവർമ്മ എന്ന കവി ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതുന്നത്. വയലാർ രാമവർമ്മയുടെ വരികൾ, രാഘവൻ മാസ്റ്റർ തന്നെ സംഗീതം. അതിൽ വേറെയും കവികൾ പാട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും അതിലെ ഏറ്റവും ഗംഭീരമായ പാട്ടുകൾ വയലാർ രാമവർമ്മയുടെ ആയിരുന്നു. അത് ഒരു കുഞ്ഞിൻ്റെ പാട്ടായിരുന്നു ആദ്യത്തെ പാട്ട്. ഒരു കുഞ്ഞ് പാടുന്നത് പോലെ അമ്മ പാടുകയാണ്. അപ്പോൾ വയലാർ കുഞ്ഞിൻ്റെ വികാരങ്ങളെ, കുഞ്ഞിൻ്റെ മനസ്സിനെ തന്നിലേക്ക് പ്രവേശിപ്പിച്ച ഒരു പരകായ പ്രവേശമായിരുന്നു. ആ പാട്ടിലും നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ അടയാളമായ തുമ്പയും ഒക്കെയുണ്ട്. ഞാൻ നേരത്തെ പാടിയ പാട്ടിൽ മലയാളത്തിൻ്റെ മഹോത്സവമായ 4-5 തുമ്പ കൊണ്ട് പൊന്നോണം എന്ന് പറഞ്ഞില്ലേ, ഓണമാണ് നമ്മുടെ വിശ്വമഹോത്സവം. ഈ പാട്ടിനകത്തും തുമ്പയുണ്ട്. അതെന്താ? ഏതാ പാട്ട്? തുമ്പി തുമ്പി വാവാ ഈ തുമ്പത്തണലിൽ വാവാ, തുമ്പത്തണലിൽ വാവാ, തുമ്പി തുമ്പി വാവാ ഈ തുമ്പത്തണലിൽ വാവാ, തുമ്പത്തണലിൽ വാവാ. അത് കഴിഞ്ഞ് ഈ കുട്ടിയെ, ഈ തുമ്പിയാണ് വിഷയം. എത്ര ചെറുതെന്ന് നോക്കണം. ആ തുമ്പി ഇങ്ങനെ പോവുകയാണ്. തുമ്പിയുടെ യാത്രയ്ക്കൊപ്പം കുട്ടിയും പോവുകയാണ്. കുട്ടിയുടെ മനസ്സറിഞ്ഞ അമ്മ പാടുകയാണ്. കൊച്ചി കൊച്ചിക്കോട്ടകൾ കണ്ടോ, ഒരു കൊച്ചരണാകുളമുണ്ടോ, കാഴ്ചകൾ കണ്ട് നടക്കുമ്പോഴൻ അച്ഛനെ അവിടെ കണ്ടോ. 3-ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചുപോയ ആളാണ് വയലാർ. കൊച്ചി കോട്ടകൾ കണ്ടോ, ചേർത്തലയിൽ നിന്ന് അടുത്താണല്ലോ കൊച്ചി. ഒരു കൊച്ചരണാകുളമുണ്ടോ, കാഴ്ചകൾ കണ്ട് നടക്കുമ്പോളൻ അച്ഛനെ അവിടെ കണ്ടോ. അങ്ങനെ വരികൾ വന്നിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരി എന്ന് പറഞ്ഞാൽ വയലാറിൻ്റെ പരകായ പ്രവേശം. കരള് പുകഞ്ഞിട്ടമ്മ, പാടുന്ന അമ്മ തന്നെയാണ്. കരള് പുകഞ്ഞിട്ടമ്മ എൻ കവിളിൽ നൽകിയൊരുമ്മ. വാക്കുകൾ: കരള് പുകഞ്ഞിട്ടമ്മ എൻ കവിളിൽ നൽകിയൊരുമ്മ, കരിവാളിച്ചൊരു മറുകുണ്ടാക്കിയ കാര്യമച്ഛനറിഞ്ഞു. എന്തൊരു സിമ്പിളാണ്, എന്തൊരു അർത്ഥമാണ്. ഒരമ്മ അച്ഛനെക്കുറിച്ചോർത്ത്, വേർപാടിനെക്കുറിച്ചോർത്ത്, അച്ഛനെ കാണാത്തതിനെക്കുറിച്ചോർത്ത് ഈ കുഞ്ഞിൻ്റെ സുന്ദരമായ പട്ടിളം മുടിയിൽ തലോടിക്കൊണ്ട് ആ കുഞ്ഞിനെ എടുത്തിട്ട് ഉമ്മ വെച്ചത് ഇത്തിരി കൂടിപ്പോയി. അപ്പോഴാണ് കരിവാളിച്ചു. നല്ല സുന്ദരമായ പൂ പോലുള്ള മുഖത്ത് അമർത്തി ചുംബിച്ചപ്പോൾ
ആ കുഞ്ഞിൻ്റെ മുഖം കരിവാളിച്ചു. അപ്പോഴാണ് കരിവാളിച്ചൊരു മറുകുണ്ടാക്കി കാര്യമച്ഛനറിഞ്ഞോ തുമ്പി തുമ്പി വാവ. അങ്ങനെയാണ് വയലാർ രാമവർമ്മ എന്ന നാടകഗാനങ്ങൾ കുറേ എഴുതിയതിന് ശേഷം, ഒരുപാട് ഉജ്ജ്വലങ്ങളായ കവിത എഴുതിയതിന് ശേഷം സിനിമയിലേക്ക് വരുന്നു. അതിൽ 2-3 പാട്ടുകൾ. അത് കഴിഞ്ഞ് 57, അപ്പോൾ 56 കഴിഞ്ഞു, കേരളം പിറന്നു. 57-ലാണ് മഹത്തായ വയലാറിൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ, എനിക്ക് തോന്നുന്നു വയലാറിൻ്റെ ഭാര്യയേക്കാൾ വയലാറിൻ്റെ കൂടെ ജീവിച്ചയാൾ ദേവരാജൻ മാസ്റ്റർ വയലാറുമായി ചേരുന്നു. 1957 അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനുണ്ടാക്കിയ ഒരു പാട്ട്, അത് പിന്നീട് കേരളത്തിലെ ഏറ്റവും വലിയ, ഇന്നും, അന്ന് മാത്രമല്ല ഇന്നും മലയാളത്തിൽ ആരൊക്കെ എഴുതിയാലും ഏറ്റവും മികച്ച വിപ്ലവഗാനമായി ആ പാട്ട് മാറി. ആ പാട്ടാണ് ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. അങ്ങനെയാണ് വയലാർ ദേവരാജൻ എന്ന കൂട്ടുകെട്ട് ഉണ്ടാകുന്നത്. വയലാർ 240 ചില്ലുവാനം സിനിമകൾക്ക് വേണ്ടി പാട്ടെഴുതി. 243 1300ഓളം പാട്ടുകൾ. ഈ 240ഓളം സിനിമകൾക്ക് പാട്ട് എഴുതിയെങ്കിൽ അതിൽ 140ഓളം സിനിമകളും സംഗീതം നൽകിയ ദേവരാജ മാസ്റ്ററായിരുന്നു. ആ കൂട്ടുകെട്ട് പിന്നീട് 59-ൽ, ഞാനൊരു ക്രോണോളജിക്കൽ ഓർഡറല്ല, ഒരു തുടക്കത്തിന് വേണ്ടി പറയാം, അവരുടെ അടുത്ത സിനിമ ചതുരംഗമായിരുന്നു. ചതുരംഗം, വയലാർ ദേവരാജൻ സ്ക്രീനിൽ, രചന വയലാർ, സംഗീതം പരവൂർ ജി ദേവരാജൻ. വസന്തരാവിൻ്റെ വാതിൽ തുറന്നു വരും വാടാമലർ കിളിയേ കിളിയേ വാടാമലർ കിളിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ചാരത്തു വന്നിരുന്നു കൂടൊന്നു കൂട്ടിയല്ലോ കൂടൊന്നു കൂട്ടിയല്ലോ. അപ്പം അതൊരു വസന്തരാവിൻ്റെ വാതിൽ തുറന്നു വന്ന വാടാമലർ കിളികളായി ഇന്നും വയലാറും ദേവരാജ മാസ്റ്റർ നിലനിൽക്കുകയാണ്. ഒരു പാട്ട് അവരുടെ ജീവിതം പോലെ ആവുകയാണ്. വസന്തരാവിൻ്റെ വാതിൽ തുറന്നു വന്ന വാടാമലർ. പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷം 62-ൽ ഉദയായുടെ ഭാര്യ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ ദേവരാജൻ കൂട്ടുകെട്ട് അങ്ങോട്ട് ഉറച്ചു, അരക്കിട്ടുറപ്പിച്ചു. ഭാര്യ ഏതാ പാട്ട്? ഫേമസ് സോങ് ഏതാ പാട്ട്? നമ്മുടെ സത്യം മാഷ് ബോട്ട് തുഴയുകയും രാഗിണിയമ്മ കുട്ടികളായിട്ട് പെരിയാറേ പെരിയാറേ പർവ്വത നിറയുടെ പനിനീരെ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. ഈ പാട്ട് ഇന്നും ഹിറ്റാ. എത്ര വർഷമായി? 62. ഇപ്പോഴും ഹിറ്റാണ്. ഇപ്പോഴും അതിൻ്റെ മ്യൂസിക് മോഡേണാണ്. അപ്പോൾ അതിനകത്ത് അതൊരു ക്രിസ്ത്യൻ കഥയായിരുന്നു. സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് കോളേജിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കൂടെ ജീവിക്കുന്ന കഥയാണ്. അമ്മ കണ്ണീരിലാകുന്ന കഥയാണ്. ബിബ്ലിക്കലാണ് പാട്ടുകൾ. ഈ പാട്ടിൽ മറ്റു പാട്ടുകളിലൊക്കെ ആ ബൈബിള് വരും. മുൾക്കിരീടമിതെന്തിനു നൽകി സ്വർഗസ്ഥനായ പിതാവേ, പിന്നെ മണ്ണിനോടു യാത്ര പറഞ്ഞു മക്കളെ വിട്ടുപിരിഞ്ഞു എന്ന് ദാസേട്ടൻ്റെ തുടക്കം 3ാമത്തെ പടം. അപ്പോൾ അങ്ങനെയാണ് ഈ കൂട്ടുകെട്ടുണ്ടാകുന്നത്. വയലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വയലാർ സുഗന്ധമാണ്. എവിടെ ഒരു പൂ വിരിയുന്നുവോ അതിൻ്റെ സുഗന്ധം എന്നിലേക്കും ലഭിക്കുന്നു എന്ന് വയലാർ എഴുതി. വയലാർ എഴുതിയ കവിതകളും പാട്ടുകളും ഒക്കെ തന്നെയാണ് നമുക്ക് ഇന്നും പ്രചോദനമായിട്ട് നിൽക്കുന്നത്. നമ്മൾ കണ്ട ചലച്ചിത്രങ്ങളുടെ രംഗങ്ങളും അതിൻ്റെ കഥയും ഒക്കെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് സ്മൃതിപഥത്തിൽ നിന്ന് മാഞ്ഞുപോയി. എത്ര സിനിമകൾ നമ്മൾ കണ്ടു, എത്ര സിനിമയിൽ അതിൽ നല്ല സിനിമകളുണ്ടായിരുന്നു, ഒരുപാട് മോശപ്പെട്ട സിനിമകളുണ്ടായിരുന്നു, അതൊക്കെ പോയി. പാട്ട് നിന്നു. എന്താ കാരണം? പാട്ട് കൂടെ വരാനുള്ള കാരണം നമ്മുടെ ഓർമ്മകളിൽ, നമ്മുടെ ജീവിതത്തിൽ നാം ഈ പാട്ടിനെ കൂട്ടിച്ചു. നമ്മുടെ ഓർമ്മകളിൽ എങ്ങനെ വെച്ചു? നമുക്ക് ഓരോ പ്രായത്തിലും ഓരോ പാട്ടുണ്ടല്ലോ. ഇപ്പം ഞാൻ പറയാം, എൻ്റെ ഒരു അനുഭവം, എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായി, അതിനു മുമ്പ് ഞാൻ സിനിമ കണ്ടിട്ടുണ്ടാവും. 4 വയസ്സ് കഴിഞ്ഞ സമയത്താണ് ഞാനൊരു സിനിമ ഒറ്റയ്ക്ക് ഒരു കസേരയിൽ രാജാവിനെ പോലെ ഇരുന്നിട്ട്, രാജാവിനെ പോലെ ട്രൗസറൊക്കെ ഇട്ടിട്ട് ഇരുന്നിട്ട് കാലൊക്കെ മടക്കിയിരുന്ന സിനിമ കാണുന്നു. ആ സിനിമയുടെ പേര് തുലാഭാരം എന്നായിരുന്നു.
1968. അതിലെ പാട്ടാണ് എൻ്റെ ജീവിതത്തെയും സ്വാധീനിച്ചത്. അത് വയലാർ ദേവരായ മാസ്റ്റർ പാട്ടാണ്. പാട്ട് ഓമനത്തിങ്കളിനോണം പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ പനിനീര്, ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൾ കണ്ണീര്, മണ്ണിനോരോ കുമ്പിൾ കണ്ണീര്. ഒരു സ്ത്രീയാണ് സ്വപ്നം കാണുന്നത്. ഓമനത്തിങ്കളിൽ ഓണം പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ പനിനീര്. അപ്പോൾ പുരുഷൻ പറയുന്നു, ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൾ കണ്ണീര്, മണ്ണിനോരോ കുമ്പിൾ കണ്ണീര്. അപ്പോൾ ശാരദാമ്മ നസീർ സാറിനെ നോക്കും. ഈ റിയാലിറ്റി പറയുമ്പോൾ അവൾ സ്വപ്നം കാണുകയാണ്, ഇയാൾ യാഥാർത്ഥ്യം പറയാണ്. അവർ വീണ്ടും വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ടു പാത്രത്തിൽ പാൽ കഞ്ഞി. വൃശ്ചിക മാസത്തിൽ നല്ല നിലാവിൽ, വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ടു പാത്രത്തിൽ പാൽ കഞ്ഞി. വീണ്ടും അങ്ങേര് കണ്ണീരുപ്പിട്ട് കാണാത്ത വറ്റിട്ട് കർക്കടകത്തിൽ കരിക്കാടി, കർക്കടകത്തിൽ കരിക്കാടി. കരിക്കാടി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അരി കഴുകിയ വെള്ളമാണ്. മാനത്തെ കുഞ്ഞിന് വെള്ളോട്ട് പാത്രത്തിൽ പാൽക്കഞ്ഞിയാണെന്ന് അവൾ സ്വപ്നം കാണുമ്പോൾ അയാൾ പറയുന്നത് കണ്ണീരുപ്പിട്ട് കാണാത്ത വറ്റിട്ട്. കണ്ണീരാണ് ഉപ്പ്, വറ്റില്ല. കാടി വെള്ളം കുടിച്ച് വളർന്ന ഒരു തലമുറയുണ്ട്. അപ്പം അങ്ങനെ ജീവിതത്തിൻ്റെ തുലാഭാരം എന്ന് പറയുന്ന ഒരു തുലാസിൽ വെച്ച് നോക്കിയാൽ ആ പാട്ടാണ് ഞാൻ ആസ്വദിച്ച. അന്ന് പഠിച്ചു. ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നീട് എന്നെ സ്വാധീനിച്ച മറ്റൊരു പാട്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന, ഞാൻ എപ്പോഴും പറയാറില്ല, പറയാതിരിക്കാൻ വയ്യ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച എന്നേക്കാൾ മുതിർന്ന ഒരുത്തൻ 4-5 വർഷം ഓരോ കൊല്ലവും ഓരോ ക്ലാസ്സിൽ 2-3 വർഷം തോറ്റ വയസ്സ് 15 ആവും അവന് 5ാം ക്ലാസ്സിലെത്തുമ്പോൾ. അപ്പോൾ ഞാനവന് പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ കാണിച്ചു കൊടുക്കാത്തതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി പരീക്ഷ കഴിയുന്ന ദിവസം സ്കൂളിൻ്റെ ചെത്തിത്തേക്കാത്ത കൽച്ചുമരിൻ്റെ അപ്പുറത്ത് ചാരി നിന്ന് പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്ന എന്നെ ബലമായി പിടിച്ച് എന്നെ ഇടിച്ച് എന്നെ മണലിൽ തല പുഴുത്തി എന്നെ ദ്രോഹിച്ചു. വല്ലാത്ത വേദനയാണ്. എനിക്കവനെ തിരിച്ചു ചെല്ലാൻ പറ്റില്ല. ഞാൻ കരഞ്ഞ് നെഞ്ചും കൂട്ടിലൊക്കെ ഭയങ്കര ചുമന്ന നിറയ്ക്കുകയായി. ഞാനിങ്ങനെ കണ്ണീരൊക്കെ തുടച്ച് ഞാൻ എൻ്റെ കടിമംഗലത്ത് നിന്ന് എൻ്റെ വീടായ പനമുക്കിലേക്ക് ഞാൻ നടന്നു പോകുമ്പോൾ ഏകാശ്രയ കേന്ദ്രം എന്ന് പറഞ്ഞാൽ കളിയൊക്കെ കഴിഞ്ഞാണല്ലോ പോവുക. ഈ പഞ്ചായത്ത് റേഡിയോ എന്നൊരു പാട്ട് കേൾക്കുക. പഞ്ചായത്ത് റേഡിയോ, ആ പാട്ടാണ് എന്നെ സാഹിത്യത്തിലേക്ക് അടുപ്പിച്ചത്. ആ പാട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശ്രീനഗരത്തിലെ ചിത്രവനത്തിലെ ശിശിരമനോഹര ചന്ദ്രികെ, നിന്റെ കനക വിമാനത്തിൽ ഞാനൊരു വർണ്ണഭൃംഗമായി പറന്നോട്ടെ. ശ്രീനഗരത്തിലെ ചിത്രവനത്തിലെ ശിശിരമനോഹര ചന്ദ്രികെ, നിന്റെ കനക വിമാനത്തിൽ ഞാനൊരു വർണ്ണഭൃംഗമായി പറന്നോട്ടെ. പാട്ടിങ്ങനെ വരികയാണ്. ചങ്ങമ്പുഴയുടെ കവിതകൾ പാടും ശൃംഗാരക്കുളക്കടവിൽ, ചങ്ങമ്പുഴയുടെ കവിതകൾ പാടും ശൃംഗാരപ്പുഴക്കടവിൽ, നീരാട്ടിനിറങ്ങുമ്പോൾ 100 ഓളങ്ങൾ നിന്നെ പുണരുമ്പോൾ കോരിത്തരിക്കുമെൻ്റെ മലയാളത്തിൻ്റെ അഴകൊന്നു കണ്ടോട്ടെ. നീരാട്ടിനിറങ്ങുമ്പോൾ 100 ഓളങ്ങൾ നിന്നെ പൊതിയുമ്പോൾ കോരിത്തരിക്കുമെൻ്റെ മലയാളത്തിൻ്റെ കുളിരിൽ ഞാൻ അലിഞ്ഞോട്ടെ. അത് സത്യമാഷ. ശ്രീനഗരത്തിലെ ചിത്രവനത്തിലെ ഈ പാട്ട് കേട്ടിട്ട് 8 വരി പയ്യാട്ടായി. എൻ്റെ വേദനയൊക്കെ പോയി. ഏത് വേദന പോയി? അവൻ തല്ലിയത് പോയി, നെഞ്ചും കൂട്ടിലെ വേദന പോയി, കീറിയ പുസ്തകങ്ങളിലെ പേജ് മറഞ്ഞത് മറന്നു. ഞാൻ ഓടി വീട്ടിലേക്ക് കണ്ണീരോടെ ഓടി ചെന്ന് പുസ്തകമൊക്കെ എടുത്തു വെച്ച് എൻ്റെ ജ്യേഷ്ഠനോട്, 3 വയസ്സിന് മൂത്ത എൻ്റെ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എന്താണ് ഈ ശ്രീനഗരം, എന്താണ് ഈ ചിത്രവനം, എന്താണ് ശിശിരമനോഹര ചന്ദ്രിക?
ആരാണ് ചങ്ങമ്പുഴ, എന്താണ് ശൃംഗാരപ്പുഴ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, മോനെ സ്കൂൾ അടച്ചില്ലേ, നാളെ പോയിട്ട് ലൈബ്രറി പോയിക്കോ, പുസ്തകം വായിക്കുക, പുസ്തകത്തിൽ നിന്ന് ഇതിൻ്റെ അറിവ് കിട്ടുള്ളൂ. അങ്ങനെ സാഹിത്യത്തിൻ്റെ ഒരു വായനശാലയിലേക്ക് ഞാൻ കേട്ട ഗാനസാഹിത്യത്തിൻ്റെ പിൻബലത്തിൽ ഞാനൊരു പാലം പണിതു. ഞാൻ കേട്ട ഗാനസാഹിത്യത്തിൻ്റെ പിൻബലത്തിൽ പണിത ആ പാലത്തിലൂടെ ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിനെയും MT സാറിനെയും സുഗതകുമാരി ടീച്ചറെയും OV വിജയനെയും മാധവിക്കുട്ടിയെയും കമലാസുരയെയും കുമാരനാശാനെയും വിജയമാഷയും എല്ലാം ഞാൻ തിരിച്ചറിയായിരുന്നു. എന്താണ് കാര്യം? ചങ്ങമ്പുഴയുടെ കവിതകൾ പാടും ശൃംഗാരപ്പുഴക്കടവിൽ. ഇന്നും എനിക്കത് പ്രിയപ്പെട്ട പാട്ടാണ്. പിന്നീട് എൻ്റെ വീടിനടുത്ത് കണിമംഗലം മേരിമാതയിൽ പഴയ സിനിമകൾ വരും. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഞാൻ സിനിമയ്ക്ക് പോയിരുന്നപ്പോൾ ഒരു പട്ടാളക്കാരനെ അഭിനയിക്കുന്ന മഹാനടൻ സത്യൻ സാറ് ശ്രീനഗറിൽ നിന്ന് നാട്ടിലേക്ക് എത്താൻ 4 ദിവസം വേണം ട്രെയിനിൽ. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഡ്രസ്സ് ഒതുക്കിയിട്ട് ഷൂ പോളിഷ് ചെയ്യുമ്പോൾ പാടുകയാണ് ഈ പാട്ട്. ശ്രീനഗരത്തിലെ ചിത്രവനത്തിലെ ശിശിരം, സത്യൻ സാർ. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു സാധനം കിട്ടിയെന്താ വെച്ചാൽ, ഈ സാഹിത്യത്തെ നമ്മളിലേക്ക് അടുപ്പിക്കുന്ന എന്തോ ഒരു മാന്ത്രികത വയലാറിനുണ്ട്. പിന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് പോയപ്പോൾ ഞാൻ പറയാമല്ലോ, ചങ്ങമ്പുഴയെക്കുറിച്ച് ഞാൻ അറിയുന്നത്. ടൈറ്റിൽ നിന്ന് ഞാൻ അറിയുന്നത് ഗാനരചന വയലാർ, സംഗീതം G ദേവരാജൻ, ആലാപനം P ജയചന്ദ്രൻ. ഇത് ജേട്ടൻ പാടിയ പാട്ടാണ്. അതുകൊണ്ടാണ് ശ്രീനഗരത്തിലെ ചിത്രവനത്തിലെ. ഞാനിതിലൂടെ ഹർഷോന്മാദം കൊണ്ട് ഞാൻ ചങ്ങമ്പുഴയിലേക്ക് പോയി. ചങ്ങമ്പുഴ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പുഴയൊന്നുമല്ല, ശൃംഗാരപ്പുഴ മാത്രമല്ല, വലിയ പുഴയാണ് ചങ്ങമ്പുഴ. മറ്റേ വയലാറിനെ ഏറ്റവും പ്രചോദിപ്പിച്ച ആളാണ്. അതുപോലെ ഓരോ എഴുത്തുകാരെയും നമ്മൾ തിരിച്ചറിയുന്നത് വയലാറിൻ്റെ പാട്ടുകളിലൂടെ. നിങ്ങളൊന്ന് ആലോചിക്കണം, കേവലം 4 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ളൊരു പാട്ടിലൂടെ തലമുറകളെ അക്ഷരം പഠിപ്പിച്ച മഹാഗുരുനാഥനാണ് വയലാർ രാമവർമ്മ. ചങ്ങമ്പുഴയുടെ എത്ര പാട്ട് പാടണം ഇവിടെ ഒന്നുകൊണ്ട് ഈ വയലാർ എഴുതിയ ചങ്ങമ്പുഴ വരികൾ വെച്ചിട്ട്. ഡാലിയ പൂക്കളെ ചുംബിച്ചു ചുംബിച്ചു ദാഹിച്ചുറങ്ങും പ്രിയമനോരാജ്യമേ, ഹേമാംബരാഡംബരാംഗിയായി നിൽക്കുന്ന ഹേമന്തരാത്രിതൻ മുഗ്ധ സൗന്ദര്യമേ, ഓടക്കുഴലിൻ സ്വരാമൃതമോ കയ്യിൽ ഒമർ ഖയാമിൻ്റെ മുന്തിരി പാത്രമോ, ഷെല്ലി രചിച്ചോരനശ്വര കാവ്യമോ. ഇതിലൊക്കെ ഈ കവിതയെല്ലാം വലിയ, ഇതിൽ പറയാത്ത ഒരു മഹാകവികളെയാണ് പറയുന്നത് ചങ്ങമ്പുഴയെക്കുറിച്ച്. അതുപോലെ കാളിദാസൻ, വയലാറിൻ്റെ വിഗ്രഹം കാളിദാസനാണ്. കാളിദാസനും ചങ്ങമ്പുഴയും കൂടി ചേർന്ന് നമുക്ക് കിട്ടിയ കവിയാണ് വയലാർ. കാളിദാസൻ ആരായിരുന്നു? കാളിദാസൻ്റെ മരണം അതിഭീകരാണ്. കാളിദാസനെ പോലൊരു കവിയില്ല. കവി കാളിദാസാണ്. കാളിദാസൻ വേറെ വലിയ, നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലും മാഖൻ ഒരുപാട് വലിയ കവികളുണ്ട്, പക്ഷെ കവി കാളിദാസനാണ്. കാളിദാസന് അല്ലേ, കാളിദാസൻ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കൊട്ടാരം സദസ്സിലെ കവിയായിരുന്നു. വിക്രമാദിത്യൻ്റെ സഹോദരി മാളവികയ്ക്ക് കാളിദാസനോടും അതിസുന്ദരിയായി മാളവികയോടും പ്രണയമായിരുന്നു. പക്ഷെ ഇത് പുറത്തു പറയാൻ പറ്റില്ല, തലപോവും. മാളവികയും പുറത്തു പറയില്ല, കാളിദാസൻ സദസ്സിൽ വന്നിരുന്നാൽ ഉത്തരീയം എന്താ പറയുന്നത്, ഇത് മാറ്റി മാളവിക നോക്കും, കാളിദാസൻ തിരിഞ്ഞു നോക്കും. അങ്ങനെ കാളിദാസൻ സിലോണിൽ വെച്ച് കൊല്ലപ്പെടാനൊരു കാരണമുണ്ട്, ആ കഥ ഇപ്പോൾ പറയുന്നില്ല. ഈ കാളിദാസൻ മരിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു പ്രതിമ, സ്മാരകം പണിതപ്പോൾ ജനക്കൂട്ടത്തിനിടയിലൂടെ വേഷം മാറി, രാജകുമാരിയാണ്, വേഷം മാറി ഒരു സാധാരണ പെൺകുട്ടിയുടെ വേഷത്തിൽ വന്ന് ഈ കാളിദാസൻ്റെ ആ പ്രതിമയ്ക്ക് മാലയിട്ട പാട്ടാണ് 1969 പുറത്തിറങ്ങിയ കടൽപ്പാലത്തിന് വേണ്ടി വയലാർ രാമവർമ്മ എഴുതി G ദേവരാജ് മാസ്റ്റർ ഇണമിട്ട് മലയാളത്തിലെ ഏറ്റവും മികച്ച ഗായികയ്ക്കുള്ള ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് P ലീലമ്മ തേടുന്നു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസൻ്റെ കൽപ്രതിമയിൽ മാലയിട്ടു. എനിക്കും പ്രശ്നവും. യുഗകൽപ്പനയുടെ കല്ലിന് പോലും യുവഗായികയുടെ ദാഹങ്ങൾ ഒരു പുനർജന്മത്തിൽ ഒലിക്കും. അങ്ങനെയൊക്കെയാണ് വരികൾ. എന്നാലോചിച്ച് നോക്കൂ. അങ്ങനെ കാളിദാസനോടുള്ള ഒരു ഇഷ്ടം, അദ്ദേഹത്തോടുള്ള സ്വാധീനം, കുമാരസംഭവം, ശാകുന്തളം, മേഘസന്ദേശം, മയൂര സന്ദേശം, ഇതൊക്കെ ബൈഹാട്ടാണ്.
അതിൽ നിന്ന് ആ ഒരു കടുകട്ടിയായ സംസ്കൃത സാഹിത്യത്തിൻ്റെ കൊടും നിലാവ് എടുത്ത് ഈ ഗോപാലൻ നായരെ ചായക്കടയിലെ പാലും വെള്ളമാക്കി മാറ്റിയ, ഏതൊരു നിരക്ഷരനും മനസ്സിലാകുന്ന ഭാഷയിലേക്ക് മാറ്റിയ ഏറ്റവും വലിയ കവിയും ക്രാന്തദർശിയും പുരോഗമനവാദിയും മനുഷ്യസ്നേഹിയും പ്രകൃതി സ്നേഹിയുമായിരുന്നു വയലാർ എന്ന 4 അക്ഷരം. അതൊരു ദേശത്തിൻ്റെ പേരല്ല, അത് വിശ്വസംസ്കൃതിയുടെ പേരാണ്. അപ്പോൾ എന്താണ് കാളിദാസൻ? ഒരു പാട്ടിൽ കാളിദാസനോടാ ചോദിക്കുന്നത്, ശകുന്തളയോടാ ചോദിക്കുന്നത് പ്രേമം. ശകുന്തളയെ പ്രണയിക്കുകയാണ് വയലാർ. കാമിനി, പുനർജന്മം 1972. കാമിനി കാവ്യമോഹിനി കാളിദാസന്റെ മാനസനന്ദിനി, നിന്റെ മാലിനി തീരത്ത് ഞാൻ തീർക്കും എൻ്റെ സാഹിതീ ക്ഷേത്രം. കാളിദാസനെ അത്ര കണ്ടിട്ടില്ല. കാളിദാസൻ ഒരിക്കലും എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് അവൾക്ക് വീട് പണിത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നതാണ്, നിന്റെ മാലിന്യ തീരത്തു നിന്നും എൻ്റെ പർണശാലയ്ക്ക് അടുത്ത് നിനക്ക് ഞാനൊരു സാഹിത്യ ക്ഷേത്രം പണിയുന്നതാണ് വയലാർ. കാളിദാസൻ, ചങ്ങമ്പുഴയും കാളിദാസനും കഴിഞ്ഞില്ലേ, ഓരോരുത്തരും കുമാരനാശാന്റെ സാഹിത്യം മുഴുവൻ കയ്യിലൊതുക്കി. കുമാരനാശൻ വിശ്വമഹാകാവ്യങ്ങൾ കയ്യിലൊതുക്കി. ഏതാ? പല്ലനയാറിൻ തീരത്തിൽ പത്മപരാഗ കുടീരത്തിൽ വിളക്കുവയ്ക്കും യുഗകന്യകയൊരു വിപ്ലവഗാനം കേട്ടു. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ. ഇത് മുദ്രാവാക്യ. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ. ദേവരായ മാഷാണ്. പിന്നെ മാറ്റുവിൻ മാറ്റുവിൻ മാറ്റുവിൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുവരെ പല്ലനയാറിൻ തീരത്തിൽ പത്മപരാഗ കുടീരത്തിൽ വിളക്ക് വെക്കും യുഗകന്യകയൊരു വിപ്ലവഗാനം കേട്ടു. മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റു. ഇതിങ്ങനെ ഇത് ട്യൂണാക്കി ദേവരായ മാഷ്. പല്ലനയാർ മാറ്റുവിൻ ചട്ടങ്ങളെ കേട്ടു. മാറ്റുവിൻ മാറ്റുവിൻ. കാവ്യകലയുടെ കമല പൊയ്കകൾ കണി കണ്ടുണരും കവികൾ. കാവ്യകലയുടെ താമര പൊയ്കകൾ കണി കണ്ടുണരും കവികൾ. അനുഭൂതികളുടെ ഗോപസ്ത്രീകളെ ഒളിയം വെയ്യുകയായിരുന്നു. പൊരികക്കൊടിയാൽ അവരുടെ നേരെ പൂവം വെയ്യുകയായിരുന്നു. പിന്നെയോ അവരുടെ കയ്യിലെ മധുകുംഭത്തിലെ അമൃതു കുടിക്കുകയായിരുന്നു. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ മാറ്റുവിൻ. ദേവരാജ സംഗീതം നമ്മുടെ സുശീലാമ്മയുടെ എം ജി രാഷ്ട്രീയ ശബ്ദത്തിൽ. അപ്പോൾ 72. എന്തുകൊണ്ടാണ് ഈ കുമാരനാശാൻ്റെ വീണപൂ എന്ന് പറഞ്ഞൊരു വണ്ടർഫുള്ളായിട്ടുള്ള അവൻ ഈ വാഴ്വ് കിനാവ് പോയെന്ന് എഴുതിയ ആ കാവ്യസമാഹാരത്തിനെ കാവ്യത എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് വീണപൂവേ കുമാരനാശാൻ്റെ വീണപൂവേ വീണപൂവേ വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ ഒരു ശുക്ര ഇതൊക്കെ അതിലുള്ളതാ. വിശ്വദർശന ചക്രവാളം വിണ്ണിലെ കൽപ്പദ്രുമത്തിൻ കൊമ്പിലെ വാടാമലരാക്കാം എന്ന് അവസാനിക്കുമ്പോൾ ആ വരികളെടുത്തിട്ട് ഇങ്ങനെ നമുക്ക് പിഴിയല്ല വെള്ളം ചേർത്ത് ഏതുറക്കത്തിൽ ചോദിച്ചാലും മോനെ വീണപൂ പാട് എന്ന് പറഞ്ഞാൽ പാടിയിരുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കുമാരനാശാനായി കാളിദാസനായി പിന്നെ ആരൊക്കെ ഉള്ളത് ഇവിടെ? എല്ലാവരും ഉണ്ട്. പിന്നെ ശങ്കരാചാര്യർ, ഈ എന്താ പറയേണ്ടത്, അദ്വൈത സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവായ ആദി ശങ്കരാചാര്യരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അദ്വൈത ദർശനമി ഭാരതത്തെ പഠിപ്പിച്ച ആദ്യത്തെ ഗുരുകുലത്തിൽ ഞങ്ങൾ വരുന്നു. പേരാറ്റിൻകരയിലേക്കൊരു തീർത്ഥയാത്ര. മറ്റേ പാട്ടിലെ പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണൽപ്പുറങ്ങൾ. അതിനകത്തും ഈ വരുന്നുണ്ട്. ഏത്? ഇവിടമാണിതിഹാസരൂപിയാം ഈശ്വരനിറങ്ങിയ തീരം, സ്നേഹതീരം. ഇവിടമാണിതിഹാസരൂപിയാം
ഈശ്വരനിറങ്ങിയ തീരം, ഇവിടമാണാദ്യമായി മനുജാഭിലാഷങ്ങൾ ഇതളിട്ട കുങ്കുമതീരം. കതിരിടും ഇവിടമാണ് അദ്വൈത ചിന്തതൻ കാലടി പതിഞ്ഞൊരു തീരം. അദ്വൈത ചിന്തയുടെ കാലടി പതിഞ്ഞത്, കാലടിയിൽ ശങ്കരൻ ജനിച്ചിട്ടാ, ശങ്കരൻ്റെ കാലടിയാണ്. ആദിശങ്കരാചാര്യരെ ആവശ്യമില്ലാതെ നമ്മൾ വേറെ തരത്തിലൊന്നും കാണരുത്. അദ്വൈത സിദ്ധാന്തം പറഞ്ഞ ആളാ, വെറുതെ അദ്ദേഹത്തെ ഒരു പ്രത്യേക ആളാക്കി മാറ്റരുത് എന്ന് കൂടെ എനിക്ക് പറയാനുണ്ട്. അദ്വൈതം എന്ന് പറഞ്ഞ ആളാണ്. അപ്പം ശങ്കരാചാര്യർ എത്ര പാട്ടാ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി ആരാ? ഞാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ അറിഞ്ഞ് വയലാറിൻ്റെ പാട്ടിലൂടെയാണ്. അദ്വൈതം ജനിച്ച നാട്ടിൽ ആദിശങ്കരൻ ജനിച്ച, കേട്ടോ, ഇപ്പോൾ 1000 ജാതികൾ, 1000 മതങ്ങൾ, 1000 ദൈവങ്ങൾ. എന്നിട്ട് പറയുന്നുണ്ട് പ്രപഞ്ചം മുഴുവൻ വെളിച്ചം പകരാൻ പകലിനൊന്നേ വിളക്കുള്ളൂ. പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ. ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി, വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ, ആദിശങ്കരൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിരസിൽ ശ്രീപാദ പുഷ്പങ്ങൾ ചൂടിയ ശിവഗിരി തേടി വരുന്നു. ഗുരുദേവ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ. ശ്രീനാരായണ ഗുരുവിനെ, ശങ്കരാചാര്യരെ, എന്തിന് നമ്മുടെ വയലാറ് ഒരു പ്രേമഗാനം എഴുതുമ്പോൾ നിത്യകാമുകനാണ്. വയലാറിനെ പോലെ ഒരു കാമുകനില്ല. നസീർ സാറിൻ്റെ മുഖമാണ് കാമുക ഭാവം എന്ന് പറഞ്ഞാൽ. നിത്യകാമുകി ഞാൻ നിന്മടിയിലെ ചിത്രവിഭഞ്ചികയാവാൻ കൊതിച്ചു, ആ മൃണാള മൃദുലാങ്കുലിയിലെ പ്രേമ പല്ലവിയാകാൻ. അവൻ മടിയിൽ കിടക്കുകയാണ്. അവളുടെ നിത്യകാമുകി ഞാൻ നിന്മടിയിലെ ചിത്ര വിഭഞ്ചിക വീണയാവൻ കൊതിച്ചു, ആ മൃണാള താമരപ്പൂവിനെ പോലും തോൽപ്പിക്കുന്ന മൃണാള പോലുള്ള വിരൽ കൊണ്ട് ആ മൃണാള മൃദുലമായ മൃദുലാങ്കുലിയിലെ പ്രേമ പല്ലവിയാകാൻ കൊതിച്ചു. അവളിവനെ വീണ മീട്ടണം. ചക്രവർത്തിനിക്ക് അതല്ലേ ചക്രവർത്തിനി എന്താണ്? 10,000 വാതിലുകളുള്ള ഏതോ ഒരു കൊട്ടാരം മനസ്സിൽ കാണുക. ബാഹുബലിയല്ല. ഓരോ വാതിലും തുറന്നു നമ്മൾ അങ്ങോട്ട് പോകണം. ആ പാട്ടിലൂടെ എങ്ങനെ പോകണം? അവിടെ പോയാലത് കാണുള്ളൂ. അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവൾ വരുന്നതോ, അവളെ കാത്തിരിക്കുകയാണ് മൂപ്പര്. എങ്ങനെ? ചക്രവർത്തിനി എന്താ പറയുന്നത്? നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു പുഷ്പപാതുകം പുറത്തു വയ്ക്കു, നീ നഗ്നപാതയായി അകത്തു വരൂ. പുഷ്പം കൊണ്ടുള്ള, പൂവ് കൊണ്ടുള്ള ചെരുപ്പാണ്. അപ്പം അവളുടെ കാലിൻ്റെ മൃദുലത എത്രയുണ്ടാവും? പുഷ്പപാതുകം പുറത്തു വയ്ക്കൂ, നീ നഗ്നപാതയായി അകത്തു വരൂ. കാമുകിയെ, ചക്രവർത്തിനി. കാമുകിയെ വിളിക്കുന്നത് സീമന്തിനി. വിവാഹം കഴിഞ്ഞ പെണ്ണിൻ്റെ പ്രണയമാണ്. വിവാഹം കഴിഞ്ഞ പെണ്ണിൻ്റെ സിന്ദൂരത്തിൽ തൊടുന്ന സീമന്തം പൊട്ട് തൊട്ടളോടാണ് പറയുന്നത്, സീമന്തിനി നിന്റെ ചൊടികളിലാരുടെ പ്രേമമൃദുസ്മേരത്തിൻ സിന്ദൂരം, ആരുടെ കൈനകേന്തു മരീചികളിൽ കുളിച്ചാകെ തളിർത്തു നിൻ കൗമാരം. വിവാഹിതയൊരു പെണ്ണ് ഭയങ്കര കഞ്ചാവ് വലിക്കുന്ന മദ്യപിച്ച് വൃത്തികെട്ടവനൊരാളെ കല്യാണം കഴിച്ചിട്ട് അവളുടെ ജീവിതം അതിഥി കെ പി കുമാരേട്ടൻ്റെ, അവളുടെ ഉള്ളിലേക്ക് വീണ്ടും ഒരാൾ കടന്നു വരുമ്പോഴാണ് ഈ പാട്ട്. ആരുടെ ഇയാളുടെ പ്രേമം തുടങ്ങി, ആരുടെ കൈനകേന്തു മരീചികളിൽ കുളിച്ചാകെ തളിർത്തു നിൻ കൗമാരം. ചക്രവർത്തിനി, സീമന്തിനി, കാമിനി, കാവ്യമോഹിനി നേരത്തെ പാടി. പിന്നെ ഇതുകൊണ്ട് ഹിമാലയത്തിലേക്ക് പോവും. പർവ്വത നന്ദിനി നീ താമസിക്കും പച്ചില മാളിക ഞാൻ കണ്ടു. പകൽ നീ പശുക്കളെ മേയ്ക്കാനിറങ്ങുന്ന പവിഴപ്പാടങ്ങൾ ഞാൻ കണ്ടു. അങ്കനമാർമൗലേ അംശുമതി ബാലേ അനംഗ കാവ്യകലേ. ഇത് സ്ത്രീയെ പ്രൊനൗൺസ് ചെയ്യുന്ന അങ്കനമാർമൗലേ, രാജാക്കന്മാരുടെ അനംഗ കാവ്യകലേ, കാമദേവൻ കടഞ്ഞുണ്ടാക്കിയ കവിത പോലുള്ളവളെ. ഇങ്ങനെയാണ് പാട്ട്. വെണ്ണത്തോൽ കുമുടലൂടെ
ഇളം വെണ്ണിലാവിൻ തളിർ പോലെ കാമിനി മനോഹാരിണി രാത്രി രാത്രി വിടരും നീ അനുരാഗ പുഷ്പിണി വെണ്ണ തോൽക്കും ഉടലിൽ. അവിടെ വള്ളത്തോൾ പഠിച്ചു. വെണ്ണ തോൽക്കും ഉടലിൽ അരയിലൊറ്റ മുണ്ടുടുത്ത പാർവതി ദേവിയുടെ ഇരിപ്പിനെ വള്ളത്തോളിൻ്റെ കവിതയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ച് ഈ ഒരു പാട്ടാണ്. അപ്പോൾ വള്ളത്തോളിലേക്ക് പോകുന്നു, കുമാരനാശാനിലേക്ക് പോകുന്നു. പിന്നെ അപ്പോൾ പറഞ്ഞില്ലേ, പ്രേമഗാനങ്ങൾ എഴുതുമ്പോൾ വയലാർ വിശ്വകാമുകനാണ്. നിലാവിൻ്റെ ഇത്രയും നിലാവിനോട് ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ കുറുനിരകൾ മാടിയൊതുക്കി മുടി, പിന്നൊന്ന് കുനുകൂന്തൽ നിറുകയിൽ കെട്ടി അരയിൽ ജഗന്നാഥൻ പുടവ ചുറ്റി മുത്തോല കുട ചൂടി മൂവന്തി പുഴ നീന്തി മൺവിളക്കുമേന്തി വരും വെണ്ണിലാവേ എൻ വികാരം നിന്നിൽ വന്നു നിറയുകില്ലേ ഒരു നാൾ ഉത്തരായന കിളിപാടി വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ. ചന്ദ്രലേഖ അപ്സരസാണ്. ഇയാൾ കാമുകിയുടെ കൂടെ നിൽക്കുക, കാമുകിയോട് പറഞ്ഞു കൊടുക്കുക വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ. അവളെങ്ങനെ? വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ. എന്തൊക്കെയാണ്? വെളുത്ത വാവിനേക്കാൾ വെളുത്ത നിറം. അപ്പം അങ്ങനെയുണ്ടോ? ഉത്തരായന കിളിപ്പാടിയിൽ പറയുന്നത് പൊന്നും വളയിട്ട വെണ്ണിലാവെന്ന, വെണ്ണിലാവേ പൊന്നാ, പിന്നെ അതിന് പൊന്നും വള. പിന്നെ എത്ര പാട്ടുകളാ! മറ്റേ കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളി പൂക്കുട തീർത്തു ആരിലും. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂനിലാവുദിക്കുമ്പോൾ ഇതിലേ 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 ഗന്ധർവന്മാർ ഭൂമിയിൽ വന്നൊരു ചന്ദനമാളിക തീർക്കും. അവർ സുന്ദരിമാരുടെ ഹൃദയ സരസുകൾ സ്വപ്നം കൊണ്ടു നിറയ്ക്കും 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 സ്വപ്നം കൊണ്ടു നിറയ്ക്കും. വെണ്ണിലാവിനെ പുതപ്പിച്ചിട്ട് വയലാർ വെണ്ണിലാവിനെ പറ്റി കവിതയിൽ പറയും, സർഗസംഗീതത്തിൽ പറയുന്നുണ്ട്, ഞാനീ ജാലകവാതിലിൽ ചെറുമുളന്തണ്ടിൽ ഞൊറിഞ്ഞിട്ടതാണ് ഈ നീലത്തുകിൽ ശാരദേന്ദു കലയെ പാവാട ചാർത്തിക്കുവാൻ. സർഗസംഗീതം 61 അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യം വാങ്ങിക്കൊടുത്താണ്. അതിനകത്താണ് വയലാറിൻ്റെ ഏറ്റവും വലിയ മനുഷ്യസ്നേഹം. ഇവിടെ എഴുതി വെക്കണം. എന്താ അറിയോ? എന്താണത്? വാളല്ലൻ സമരായുധം ജണജണധ്വാനം മുഴക്കിടുവാനാളല്ല എൻ കരവാള് വിറ്റൊരു പൊന്മണി വീണ വാങ്ങിച്ചു ഞാൻ. രാഗം താളശ്രുതിസ്വരം ഇവയ്ക്കല്ലാതൊന്നിനും ഓളക്കുത്തുകൾ തീർക്കാൻ കഴിയുകയില്ല മൽ പ്രേമതീർത്ഥങ്ങളിൽ. സായുധ വിപ്ലവമല്ല വേണ്ടതെന്നാണ്. ആദ്യം വയലാർ പാടിയത് അമ്പിളിപ്പെണ്ണിനെ മൊത്തുവാൻ മാനത്ത് പൊൻകണം തൂകിയോരെ നിങ്ങളുടെ കൊമ്പൻ തലപ്പാവ് തട്ടിത്തെറിപ്പിച്ച ചെമ്പൻ പുലരീത എന്ന് പാടിയാളാണ്. രാത്രിയിൽ അമ്പിളിപ്പെണ്ണിനെ ഒരു ഇമേജായി കണ്ടുകൊണ്ട് അവളെ പ്രാപിക്കാനും നശിപ്പിക്കാനും പൊൻപണം പറയുന്ന ആളുകളോട് പറയുന്നു, ഇന്ന് രാത്രി അസ്തമിക്കും, രാവിലെ ഒരു പുലരി ഒരു സൂര്യൻ വരും, നിങ്ങളുടെ കൊമ്പൻ തലപ്പാവ് തട്ടിത്തെറിപ്പിക്കുന്ന ചെമ്പൻ പുലരി കണ്ട എന്ന് എഴുതിയ വയലാർ ആ ആശയങ്ങൾ മാറ്റിയിട്ട് വയലാർ എഴുതി, സ്നേഹിക്കുകയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും. അതിനാണ് പ്രസക്തി. വയലാർ എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഒരു കോമയിടും, ഇൻവെർട്ടഡ് കോമ. ഒരു തത്വശാസ്ത്രത്തെയും മനുഷ്യനെ സ്നേഹിക്കാത്ത ഒരുത്തനെയും ഞാൻ ഒന്നിനെയും ഞാൻ അംഗീകരിക്കില്ല, സ്നേഹിക്കുകയില്ല ഞാൻ. അതൊക്കെയാണ് ഇങ്ങനെ എഴുതിയ വയലാർ. നിലാവിനെ പിടിച്ച് പ്രേമിച്ച് വളച്ചെടുത്ത വയലാർ തന്നെ ഇതെഴുതുമ്പോൾ കാമുകം ഹൃദയല്ലേ. മറ്റൊരു പാട്ട് എഴുതുമ്പോൾ അദ്ദേഹം ശാസ്ത്രകാരനാവും. ആരാന്നറിയോ? വലിയൊരു ശാസ്ത്രജ്ഞനാവും. ഈ നിലാവ് തന്നെ നേരത്തെ പറഞ്ഞ നിലാവിനെ പറ്റി പിന്നെ വയലാർ പറയുന്നത്, തങ്കത്താഴിക കുടമല്ല, താരാപഥത്തിലെ രഥമല്ല, ചന്ദ്രബിംബം
അദ്ദേഹം അടക്കമുള്ള കവികൾ പുകഴ്ത്തിയ സ്വർണമയൂരമല്ല, തങ്കത്താഴികക്കുടമല്ല. പിന്നെയുണ്ടല്ലോ, കസ്തൂരിമാനില്ല, കതിർമണ്ഡപമില്ല, കസ്തൂരിമാനില്ല, കല്ലോലിനിയില്ല, ഏതോ വിരഹത്തിൻ കഥയോർത്തു നിൽക്കും ഒരേകാന്തമൂകതയല്ലോ. വെണ്ണക്കല്ലുകൊണ്ടല്ല വെള്ളി നീല എന്ന് പറഞ്ഞ ആളാണ്. അവിടെ ഒന്നുമില്ല, വെറും ശൂന്യമാണ്. അവിടേക്കാണല്ലോ ഇപ്പോൾ നമ്മുടെ ആൾക്കാർ പോയി ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ ചെന്ന് ഇറങ്ങിയത്. അവിടെ ഇറങ്ങിയപ്പോൾ അവിടെ ചായക്കട നടത്തുന്നത് സാധാരണ മലയാളിയാന്നല്ലേ പറയാ, ബംഗാളിയായിരുന്നു. അവിടെ ചെറിയപ്പോൾ ചായ് ചായ് എന്ന് വെച്ചു. തും കഹാം സേ? മേ കേരള സേ. കേരള മേ കാം കർത്തേ ഹോ. പക്ഷേ അതിലും ബുദ്ധിയുള്ളവൻ പിന്നിലുണ്ടായിരുന്നു, തൃശ്ശൂക്കാരനായിരുന്നു. മടക്കടയിൽ നിൽക്കണം ചെക്കനാ. എവിടെ? ചന്ദ്രമണ്ഡലത്തിലേ ചെക്കനെ അവിടെ നിന്ന് ഒന്നും അവിടെ കൂടിയതാ പാവാ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു മലയാളിയാണോ ബുദ്ധിയുള്ളവൻ? മലയാളി തന്നെയാണ് ബുദ്ധിയുള്ളത്. അവൻ മുമ്പിൽ ബംഗാളിയെ നിർത്തി കളിക്കും. അതിനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കളി ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ശാസ്ത്രത്തിൻ്റെ സത്യങ്ങളെ. അപ്പോൾ വയലാർ ശാസ്ത്രജ്ഞനാവും, പ്രണയിക്കുമ്പോൾ കാമുകനാവും, ഇനി ഫിലോസഫറാവും, തത്വചിന്തകനാവും. വയലാർ നേരത്തെ പറഞ്ഞല്ലോ, ആ പാട്ടാണ്. വയലാർ നമുക്ക് വേണ്ടി നൽകിയ ഏറ്റവും നല്ല ഫിലോസഫിക്കൽ സോങ്. ഇന്ന് അതിരൂക്ഷമായ പ്രതിസന്ധിയിൽ ഒരു ഏകശിലാ സമ്പ്രദായത്തിൽ നമ്മൾ ജീവിക്കണമെന്ന് വാശി പിടിക്കുന്ന ചിലരുടെ കയ്യിൽ വന്ന് വിട്ടിരിക്കുകയാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. നിങ്ങളാ പാടുണ്ട്. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു, മനസ്സു പങ്കുവെച്ചു. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി. ഏതെങ്കിലും വാക്കറിയാത്തുണ്ടോ? നമ്മളെ കണ്ടാലറിയാതായി ഇന്ത്യ ഭ്രാന്താലയമായി. ഇപ്പൊ കൂടുതൽ ആയിരം ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപുരകളായി. മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. സത്യമെവിടെ? സൗന്ദര്യമെവിടെ? സ്വാതന്ത്ര്യമെവിടെ? നമ്മുടെ രക്തബന്ധങ്ങളെവിടെ? നിത്യസ്നേഹങ്ങളെവിടെ? അടുത്ത ചോദ്യം, 1000 യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ളോരവതാരങ്ങളെവിടെ? ചോദ്യമാണ്, കംപ്ലീറ്റ് ചോദ്യമാണ്. ഇത് ഫിലോസഫിയെ പാട്ടാക്കുക ദേവരായ മാഷ്. പ്രവാചകന്മാരെ പറയൂ, പ്രഭാതം അകലെയാണോ? പ്രപഞ്ചശില്പികളെ പറയൂ, പ്രകാശം അകലെയാണോ? ചലനം ചലനം ചലനം. ഫിസിക്സാ. മാനവ ജീവിത പരിണാമത്തിൽ മയൂര സന്ദേശം കൊണ്ടുവച്ചു കാളിദാസനെ കൊണ്ടുവച്ചു, ആശാനെ കൊണ്ടുവച്ചു. ആരെ കൊണ്ടുവച്ചു? ഉണ്ണായി വാര്യരെ കൊണ്ടുവച്ചു. മലയാളത്തിലെ ആദ്യത്തെ മലയാള കഥകളിയായിട്ടുള്ള നളചരിതം കഥകളി അന്വേഷിച്ചു പോയത് വയലാറിൻ്റെ പാട്ട് കേട്ടിട്ടാ. സാമ്യമകന്നൊരു ധ്യാനമേ കൽപ്പകോദ്യാനമേ, നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിൽ ദേവിയുണ്ടോ ദേവി. ഈ പാട്ട് കേട്ടിട്ടാണ് നമ്മൾ നളചരിതം അന്വേഷിച്ചു പോയത്. ഉണ്ണായി വാര്യരുടെ കൃതിയിൽ തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട്, തൊട്ടേനെ ഈ ഹംസത്തിനെ കണ്ടിട്ടേ, ഹംസം അങ്ങനെ വന്നിരുന്നപ്പോൾ തൊട്ടേനെ, അതാണ് ജയേന്ദ്രൻ ചേട്ടനെ കൊണ്ട് തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ ഞാൻ എന്ന് പാടിച്ചത്. അപ്പോൾ ഉണ്ണായി വാര്യർ. ഇനി ആരൊക്കെ വേണം? വയലാർ ആരാണ് എന്നുള്ളതിന് വലിയ തെളിവുകളൊന്നും വേണ്ട. ഈ പാട്ടുകൾ നിങ്ങളുടെ ഫോണെടുത്ത് ഊതിയാൽ മതി. ഫോൺ എടുക്കുക, ഊതിയാൽ അപ്പോൾ വരും. സാമ്യമാകുന്നൊരു ഉദ്യാനമൊന്നും പറയണ്ട, അല്ലെങ്കിൽ നീലക്കണ്ണുകളൊന്നും പറയണ്ട. അതാണല്ലോ വിരുദ്ധം. നീലക്കണ്ണുകളോ ദിനാന്തം മധുര സ്വപ്നങ്ങൾ തൻ ചന്ദനച്ചോലയ്ക്കുള്ളിൽ വിടർന്ന് പാതിയടയും നൈവേദ്യ പുഷ്പങ്ങളോ. അപ്പോൾ അങ്ങനെ
അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അക്ഷരങ്ങളുടെ വാക്കുകളുടെ പുതുമ ഇന്നും പുതുമയാണ്. ഇന്നിപ്പോൾ ഒരു ആധുനിക കവിക്കൊന്നും എഴുതാൻ പറ്റില്ല കേട്ടോ. പുഴ, ഇനി അടുത്ത പുഴയിലേക്കാണ് വരുന്നത്. അതായത് ഈ പുഴയിൽ ഈ കടലിലേക്ക് വരുമ്പോഴാണ് ആ പ്രതിഭയുടെ, അതായത് ആദ്യമായി മലയാളത്തിൽ ദേവരാമാഷ്, ഞാൻ ചോദിച്ചു സാറിനോട്, ദേവരാമാഷോട് പറഞ്ഞു, സാർ ട്യൂൺ ചെയ്തിട്ട്, ഇല്ല ഞാൻ ചെയ്യാറില്ല, ചെയ്തു അവസാനം താല്പര്യമില്ല, എനിക്ക് എഴുതി കിട്ടണം. അങ്ങനെയാണ് ഈ പാരിജാതം തിരുമൊഴി തുറന്നതും പവിഴമുന്തിരി പൂത്തു വിടർന്നതും ഈ നേരത്തെ കേട്ട പാട്ടുകളും അങ്കനമാർ മൗലിയും ഇതൊക്കെ അങ്ങനെയാണ്. എല്ലാ പാട്ടുകളും, സന്യാസിനിയും സ്വർഗപുത്രി നവരാത്രിയും രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരും, ഇതൊക്കെ ട്യൂണാണ്, സോറി വരികളാണ്, വരി. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ എങ്ങനെയാണ് വയലാറിൻ്റെ വരികൾക്ക് ട്യൂൺ ഇടുക? ഞാൻ 2-3 തവണ വായിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു ചിത്രം വരും. കുട്ടൻ എഴുതി തന്നാൽ എനിക്ക് ട്യൂൺ ഇടാൻ എളുപ്പമാണ്, പെട്ടെന്ന് ട്യൂൺ ഇടുക. പക്ഷേ ആദ്യമായി ബംഗാളി ഫോക്കിനെയും ഹിന്ദുസ്ഥാനി സംഗീതത്തെയും മലയാള പാട്ടുകളുമായി വിളക്കി ചേർക്കാൻ മഹാനായ കാര്യാട്ട് സാർ, രാമു കാര്യാട്ട് കൊണ്ടുവന്ന സലിൽ ചൗധരി എന്ന മഹാനായ സലിൽ ദായുടെ ആദ്യം വയലാർ പറഞ്ഞു പറ്റില്ല, പറഞ്ഞു, കൊടുത്തു, വാക്കുകൾ കൊടുത്തു. തന്തര തന്തര തന്താര താര തന്തര തന്താര താര തന്തര തത്തര തന്താര എഴുതി. കടലിനക്കരെ പോണോരെ, കാണാ പൊന്നിന് പോണോരെ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും. പിന്നെ പോണത് എവിടെയാ അറിയാം? 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ ഓമൽപ്പൂത്താലി തരാമോ, ഓ താരാതരദിന താന തിന്താരകഥ തിന്താരകഥാര. ബംഗാളി ഫോക്ക എങ്ങനെയാണ്? ഒരു ക്രാന്തദർശിയായ ഒരു കവിയുടെയും ഒരു സംവിധായകൻ്റെയും ഒരു സംഗീത സംവിധായകൻ്റെയും ബ്രില്യൻസ് ബംഗാളി ഫോക്കിനെ മലയാളിയുടെ കടലിൻ്റെ പാട്ടാക്കി മാറ്റി. ബംഗാളി ഫോക്ക തന്താര തന്താര തനനന തന്നാനന്തര തന്താര തന്തര താര തന്തര താര താതം താതര തരതര പെണ്ണാളേ പെണ്ണാളേ കരിമീൻ. നിങ്ങൾ പാടുവിനി. കടല് തന്നൊരു മുത്തല്ലേ, പിന്നെന്താ, കുളിര് കോരണ മുത്തല്ലേ, ഓഹോ എലേലം തോണിയില് കണവന് തലോലങ്കിളി പെണ്ണല്ലേ, തന്തര തന്താ തക്കിളി നൂൽക്കടി പഞ്ചമിയേ പോയിവ കടം തരാനിനി മീനില്ല, ഏലയ ഏലയ തരയേലയ അരയേലയ. കാണാപ്പൂമീനിന് പോകണ തോണിക്കാരാ, തീരത്തെ പൊൻവല വീശണ തോണിക്കാരാ, നീ 7-ാം കടലിനങ്കര നൃത്തം. മീനിൻ്റെ ഈ കടലൊക്കെ കടന്ന് 7 കടന്ന് അമേരിക്കയിലെത്തും. നീ 7-ാം കടലിനക്കര നൃത്തം കണ്ടോ, പൂവാലൻ ചെമ്മീൻ തായോ ചെമ്മീൻ തായോ. ഇതൊക്കെ തരാര തന്തര തന്തര അതിനെഴുതാണ്. പൂവാലൻ ചെമ്മീൻ തായോ. സലിൽ ചൗധരി എണീറ്റ് വന്നിട്ട് കെട്ടിപ്പിടിച്ചു. അവർ തമ്മിൽ എത്ര പാട്ടുകളാ, എത്ര പടങ്ങളാ. ചെമ്മീനിലെ എല്ലാ പാട്ടും, ചെമ്മീനിലെ പാട്ടാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ. നമ്മൾ മനുഷ്യരെ ഒരിക്കലും ദുഃഖിക്കണ്ട. ചെമ്മീനിലെ ഈ ഒറ്റ പാട്ട് കേട്ടാൽ മതി, നമ്മുടെ പരീക്കുട്ടിയുടെ ദുഃഖം. കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ലോ മനെ അടങ്ങുകില്ല, മാനസമൈനെ വരൂ. ഈ വരി മാത്രം മതി. ഇതും ഇത് കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ലോമനെ. ഈ വരിയും പിന്നെ പ്രണയം, ഒരിക്കൽ പ്രണയിച്ച പിന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കും. മറ്റൊന്ന് രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ. രാത്രി പകലിനോട് എന്താ പറയാ? പോയി വരാം, പിറ്റേ ദിവസം വീണ്ടും വരും. ഈ 2 വരികളും മനസ്സിലാക്കിയാൽ ഇത് മഹാകാവ്യങ്ങളല്ല, വലിയ വലിയ പണ്ഡിതരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കാത്ത ഭാഷയിൽ എഴുതി വയ്ക്കപ്പെട്ടതൊന്നല്ല. ഇത് പച്ച മലയാളത്തിൽ ഏറ്റവും ഉന്നതനായ വിദ്യാസമ്പന്നനും ജനപ്രതിനിധിക്കും സാധാരണക്കാരനും കച്ചവടക്കാരനും വിദ്യാസമ്പന്നനും വിദ്യാഭ്യാസമില്ലാത്തവനും നിരക്ഷരനും തിരിച്ചറിയുന്ന വാക്കുകളാണ്.
അതുകൊണ്ടാണ് വയലാർ മനുഷ്യൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇപ്പോഴും ജനപ്രിയനായി തുടരുന്നു. ഒരുപാട് പറയാനുണ്ട് എനിക്ക് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ഞാൻ ഈ നിന്ന നിപ്പിൽ സംസാരിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അങ്ങനെയൊന്നും വേണ്ട, നിങ്ങൾക്ക് പാട്ട് കേൾക്കാനുള്ളതല്ലേ. അപ്പോൾ വയലാറിൻ്റെ കവിതകളിലൂടെ, കവിത വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ, കവിതയാണെങ്കിൽ എനിക്ക് 1 മണിക്കൂർ വേറെ വേണം. ഞാൻ എല്ലാ കവിതയും പഠിച്ചിട്ടുണ്ട്. പാട്ടുകളിലൂടെ വയലാർ ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ടിലെ എൻ്റെ പ്രണയഗാനങ്ങൾ, വിരഹഗാനങ്ങൾ, ദുഃഖഗാനങ്ങൾ, സന്യാസിനി പോലൊരു ദുഃഖഗാനമുണ്ടോ? സന്യാസിനി, പിന്നെ പ്രേമഭിക്ഷുകി, പിന്നെ കേരളത്തിലെ നദികളെക്കുറിച്ച്. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവ പുഴ പിന്നെയുമൊഴുകി, ആരും കാണാതെയോളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി. ആ ദൃശ്യമൊന്ന് മനസ്സിൽ കാണാമോ? ആരും കാണാതെ ഓളവും തീരവും തമ്മിലെ പ്രേമം. ഓളവും തീരവും തമ്മിലുള്ള പ്രേമമൊന്നും നമ്മൾ പ്രേമിച്ചിട്ടില്ല. ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി ഏകാന്തമായ പ്രണയത്തിൻ്റെ മുഹൂർത്തത്തിൽ. അതാണ് ആയിരം പാദസരങ്ങൾ പുഴകൾക്കാണെങ്കിൽ കോടിക്കണക്കിന് പാദസരങ്ങളാണ് ഈ തിരകൾക്ക്. ഈ തിരകളില്ലേ, ഇവിടെ തിരകളെ പറ്റി പറയുന്നുണ്ട് മറ്റൊരു പാട്ടിൽ, ബാബുക്കയുടെ ഇണത്തിലാണ്, ദേവരമേഷില. അസ്തമന കടലിന്നകലെ അകലെ അകലെ അജ്ഞാത ദ്വീപിലെ, ആ ദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ ആരു ദൂതിനയച്ചു. അവിടുന്ന് ദൂതുമായിട്ട് അരയന്നങ്ങളെ പോലെ അകലേക്ക് നോക്കുമ്പോൾ തിരമാല അരയന്നം വരുന്ന പോലെ. അത് കഴിഞ്ഞിട്ടുള്ള വരിയാണ് ഞെട്ടിച്ചത്. പാർവണ ചന്ദ്രിക പകലിരുന്നുറങ്ങുന്ന പഞ്ചലോഹ മേടയിലോ. ചന്ദ്രിക പകലിരുന്ന് ഉറങ്ങുക, എന്തൊരു ഇമാജിൻ. പാർവണ ചന്ദ്രിക അത് ബാബുക്കയുടെ പൂജ സിനിമയിലെ. പിന്നെ കായാമ്പൂ കണ്ണിൽ വിടരും. പിന്നെ ആകാശപ്പൊയ്കയിലുണ്ടൊരു പൊന്നും തോണി, പാമരം പളുങ്കുകൊണ്ട് പന്നകം കരിമ്പുകൊണ്ട്, പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞാൻ വയലാറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഒറ്റ നിർവചനമേ ഉള്ളൂ. നമ്മൾ മലയാളികളായാലും മനുഷ്യന്മാരെന്ന് പറയുന്ന ഈ കൂട്ടര് എത്ര കൊയ്താലും തീരാത്ത വയലാണ് വയലാർ. എത്ര കൊയ്താലും തീരാത്ത വയലാണ് വയലാർ. ബ്രാക്കറ്റിൽ എത്ര നമ്മൾ നികത്തി വീട് വയ്ക്കാൻ നോക്കിയാലും ആ വയലിനെ സ്പർശിക്കാൻ പറ്റില്ല. അതുപോലെ എത്ര മാലിന്യങ്ങൾ കൊണ്ടിട്ടാലും ഒരിക്കലും മലിനമാവാത്ത ആറാണ് വയലാർ. അതൊരു വയലുമാണ്, ആറുമാണ്. മലയാളി അവൻ്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടി അവൻ്റെ കൊതി കൊണ്ട് നമ്മുടെ വയലുകളെ നശിപ്പിച്ചു, നമ്മുടെ പുഴകളെ നശിപ്പിച്ചു, നമ്മുടെ ജലാശയങ്ങളെ നശിപ്പിച്ചു. പക്ഷേ വയലാർ മരിക്കുന്നുമില്ല, വയലാറിനെ നശിപ്പിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എത്ര കൊയ്താൽ. ഒരു പാട്ടുണ്ടല്ലോ, കൊയ്താലും തീരൂല ഹൊയ്. അതാണ് വയലാർ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പറയുകയാണെങ്കിൽ ഇനി എനിക്കും പറയാനുണ്ട്. ദാസേട്ടൻ പാടിയ അതിഗംഭീര ആ പാട്ടിൻ്റെ അപ്പുറത്തേക്ക് വെക്കാൻ ഒരു പുതിയ ഗായകനും ഇല്ല കേട്ടോ. ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അത് വടക്കം പാട്ട് അങ്ങനെ പാടാൻ പറ്റുമോ? പ്രേമഗാനങ്ങൾ പാടാൻ പറ്റുമോ? ഏറ്റവും ഇഷ്ടമുള്ള പ്രണയഗാനം ഏതാ? ഹിമവാഹിനി ഹൃദയഹാരിണി നിനക്കോ. അല്ല, നസീർ സാറാ. എൻ്റെ പ്രിയമുള്ളവൾക്കോ മാദക സൗന്ദര്യം. അങ്ങനെ പറ്റുമോ? പറ്റില്ല. അങ്ങനെ എഴുതാൻ പറ്റില്ല. ഹിമവാഹിനി എന്ന് എഴുതാൻ പറ്റില്ല. അതുപോലെ അക്കരെ പച്ചയിലെ അഞ്ജനച്ചോലയിലെ ആയിരമിതളുള്ള പൂവേ ആർക്കു വേണ്ടി വിടർന്നു നീ അല്ലിപ്പൂവേ. പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീലക്കൂവള പൂവുകളോ വാലിട്ടെഴുതിയ കണ്ണുകളോ മന്മഥൻ കുലയ്ക്കും ചില്ലികളോ മനസ്സിൽ പതിയും. ഇങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ വയലാറിൻ്റെ പാട്ടുകളെ ദേവരാജൻ മാസ്റ്റർ ഫസ്റ്റ്
രാഘവൻ മാസ്റ്റർ തുമ്പി തുമ്പി വാ മുതൽ ഇങ്ങോട്ട് മഞ്ജുഭാഷിണി. പിന്നെ സലി ചൗധരി, അതായത് നമ്മുടെ ഇവിടം മുതൽ ചെമ്മീൻ മുതൽ ഇങ്ങോട്ട്. പിന്നെ ബാബുക്ക, ഈ നീലക്കോവള പൂകളോ. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്ന് ആരെങ്കിലും എഴുതാൻ പറ്റുമോ? വയലാർ ദൈവനിഷേധിയൊന്നുമല്ല, അസല ഭക്തി. അപ്പോൾ ഭക്തിഗാനങ്ങൾ എഴുതുമ്പോൾ വയലാർ അസാധ്യ ഭക്തനാണ്. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും ഞാൻ, ഗോപകുമാരനെ കാണും. വലിയൊരു അഹങ്കാരമുണ്ട്, അത് റെക്കോർഡിലില്ല. ലാസ്റ്റ് ചരണത്തിൽ ആ ഭഗവാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോഴേ ഓമൽ കൈവിരലാളിക്കും, ഓടക്കുഴൽ ഞാൻ മേടിക്കും, ഞാനതിലലിഞ്ഞലിഞ്ഞില്ലാതാകും, ഗാനമായി തീരും ശ്രീകൃഷ്ണ ഗാനമായി തീരും. കണി കാണുന്നേരാരാ പാടുക? ഏത് കണി? തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി. അതിനേക്കാൾ വലിയൊരു കണിയൊന്നുമില്ലല്ലോ, തീരുന്നില്ല. മയിൽപീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തുകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണേണം. എത്ര എണ്ണം വേണം? ശബരിമലയിൽ തങ്കസൂര്യോദയം, ഈ സംക്രമ പുലരിൽ അഭിഷേകം. ശരണമയ്യപ്പ എന്നൊരു പാട്ടില്ലേ? ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ. അതിലെ ഏറ്റവും ഗംഭീര വരികൾ അതല്ല. ശ്രീകോവിൽ തിരുനടയെങ്കൽ കർപ്പൂരമലകൾ കൈകൂപ്പി തൊഴുതുരുകുമ്പോൾ, കണ്ടിട്ടില്ലേ കർപ്പൂരം എരിയുന്നത്? ശ്രീകോവിൽ തിരുനടയെങ്കൽ കർപ്പൂരമലകൾ കൈകൂപ്പി തൊഴുതുരുകുമ്പോൾ, പത്മരാഗപ്രഭ വിടർത്തും തൃപ്പദങ്ങൾ ചുംബിക്കും, കൃഷ്ണ തുളസിപ്പൂക്കളാകാൻ വരുന്നു ഞങ്ങൾ. വെറും കൃഷ്ണ തുളസി പോയിട്ട് നമ്മൾ അടിയാണ് അവിടെ. കർപ്പൂരമലയൊന്നും പോറ്റി കൊണ്ടുപോയിട്ടില്ലെന്നുണ്ട് അല്ല. ഒന്നാലോചിക്കുക, പത്മരാഗപ്രഭ വിടർത്തുന്ന തൃപ്പദങ്ങൾ ചുംബിക്കാൻ വേണ്ടി ഞങ്ങൾ മനുഷ്യർ, ഏഴകൾ, ഈ പ്രാണികൾ വെറും കൃഷ്ണ തുളസിപ്പൂവ് അർച്ചിക്കുന്ന പോലെ വന്ന് വീഴുകയാണ്. എന്നാൽ ഏറ്റവും മികച്ച, ഇത് എഴുതുമ്പോൾ വയലാർ ഏറ്റവും വലിയ ഹിന്ദു കവിയാണ്. ഇതൊക്കെ എഴുതുമ്പോൾ അമ്പാടി തന്നീലോരുണ്ണി, ഇതൊക്കെ എഴുതുമ്പോൾ ഹിന്ദു കവിയാണ്. എന്നാൽ ക്രിസ്തീയ ഭക്തിഗാനം എഴുതുമ്പോൾ അസല് ക്രിസ്തീയ കവിയാണ്. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ബൈബിള് വായിക്കാനും വയലാർ കൂട്ടിക്കൊണ്ടത്. ഒരു പാട്ടില്ലേ, ജയേട്ടനും മറ്റേ സുശീലാമയും കൂടി ചുക്കിലെ യെരൂശലേമിലെ സ്വർഗദൂത യേശുനാഥ, എന്നുവരും വീണ്ടും എന്നുവരും എൻ്റെ മെഴുകു വിളക്കിൻ മുന്നിൽ, ദൈവപുത്ര നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്ത്. അപ്പം അസല് ക്രിസ്തീയ കവിയാ. ഇനി വേണേ മുസ്ലിം കവിയോ, മക്കത്ത് പോയി വരും മാനത്തെ ഹാജിയാർക്ക് മുത്തു പതിച്ചൊരു മേലാവ്, കസ്തൂരി തൈലമിട്ട് മൂടി മീനുക്കി, മുത്തോട് മുത്തു വെച്ച വളകിലുക്കി, കയ്യില് ഉഗ്രം ഗായകരാ. മയിൽപീലി കണ്ണുകൊണ്ട് മനസ്സിലെ കടലാസിൽ മാപ്പിളപ്പാട്ട് കുറിച്ചവനെ, പണ്ടു മുകൾ കൊട്ടാരത്തിൽ മൊഞ്ചത്തി പെണ്ണേ നിൻ ചുണ്ട് നല്ല ചുവന്നത്ത ചാമര ചെണ്ട്. ഒക്കെ എഴുതുമ്പോൾ അസലും മുസ്ലിം എന്താ പറയുക കവിയാണ്. ഹിന്ദു കവിയായും മുസ്ലിം കവിയായും മുസ്ലിം കവിയായും ഫിലോസഫറായും പ്രവാചകനായും. പ്രവാചകനാണ് ചോദിച്ചത് ഇവിടെ 1000 യുഗങ്ങളിൽ. ഫിലോസഫറായും നിത്യകാമുകനായും
നിരീശ്വരവാദിയായും ശബരിമലയിൽ തങ്കസൂര്യവതി എഴുതിയ ആൾ തന്നെയാണ് ശബരിമലയിലും കല്ല്, ശക്തിരിശത്തും കല്ല്, ഇതെല്ലാം കല്ലാണ്. ഈ കല്ലിനെ തൊഴുന്ന ഹേ മനുഷ്യരെ, നിങ്ങൾ ആ കൽപ്പണിക്കാരനെ പോയി അവനെ ആദരിക്കാൻ പൂജിക്കാൻ പറഞ്ഞ് ഈ അപ്പുറത്ത് എഴുതി വെച്ചതുണ്ടല്ലോ ഭക്തിയുടെ അങ്ങേയറ്റം. അപ്പോൾ ഒരേ സമയം നിരീശ്വര കവിതകളും പാട്ടുകളും ഇനി എന്തൊക്കെയാണ് വേണ്ടത്? എല്ലാ തരത്തിലും കുട്ടികൾക്ക് വേണ്ടി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഇന്നത്തെ കവികളെ വെല്ലുവിളിക്കാം, ടെലിഫോണിനെ കുറിച്ച് പാട്ട് എഴുതാൻ പറ്റും. ആനിമേറ്റ് ഒബ്ജക്റ്റ് മനുഷ്യരെ പറ്റി. ടെലിഫോണിന് കിലു കിലുക്കും കിലു കിലുക്കും കിങ്ങിണിച്ചപ്പിലൊളിച്ചിരിക്കും, ടെലിഫോണിനുള്ളിലുണ്ടൊരു കൂട്ടുകാരി, കളിക്കൂട്ടുകാരി. അതൊക്കെ കേൾപ്പിച്ചു കൊടുക്കും ഇവർക്ക് സ്കൂൾ മാസ്റ്ററിലെ. കിലി കിലിക്കും കിലി കിലിക്കും കിങ്ങിണിച്ചപ്പിൽ ഒളിച്ചിരിക്കും, ടെലിഫോണിനുള്ളിലുണ്ടൊരു കൂട്ടുകാരി. എവിടേക്ക് കൊണ്ടുപോകും? അച്ഛനെ കാണിക്കാൻ കൊണ്ടുപോകും, അമ്മയെ കാണിക്കാൻ കൊണ്ടുപോകും, എല്ലാവരും വിളിക്കാം. നമുക്ക് ടെലിഫോൺ പൊട്ടിച്ചിരിയാണ് അതിന്, കറുത്തിരിക്കും എന്നൊക്കെയാണ്. പക്ഷെ അവസാനം കൊണ്ടുപോയിട്ട് നളചരിതത്തിലെ കെട്ടും. നളചരിതം കഥയിലെ അരയന്നത്തെ പോലെ ഏതോ രാജകുമാരൻ്റെ അണിയറയിലേക്ക് ദൂതുപോവും ഇവളെന്ന്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കുട്ടികൾ പാടുന്ന കവിതയിലും അവരെ ക്ലാസിസത്തിലേക്ക്, ക്ലാസിക്കലായിട്ടുള്ള നളചരിതത്തിലേക്ക് കൂട്ടിക്കെട്ടുന്ന ഒരു സൂത്രം വയലാറിനുണ്ട്. അതാണ് വയലാർ. ഇനി എനിക്ക് ഒരുപാട് പൂക്കളെക്കുറിച്ചൊക്കെ വരുന്നുണ്ട്. പൂക്കൾ പിന്നെ മാത്രമല്ല, ഇന്ത്യ ചൈനയും തമ്മിലുള്ള ക്രൈസിസ് നടക്കുന്ന സമയത്ത് കല്യാണ സൗന്ദര്യം എന്ന പേരിലൊരു കവിത എഴുതി. ആ കവിതയിൽ വഴിയിൽ ഹനുമാൻ വഴിയിൽ കിടക്കുകയാണല്ലോ കുരങ്ങനായിട്ട്. ഭീമൻ എങ്ങനെ നോക്കുന്നത്, ആരാണീ വഴിയിൽ കിടക്കുന്നവൻ? ഇവൻ എവറസ്റ്റ് ആരോഹണക്കാരനോ അതോ നമ്മുടെ അതിരാക്രമിക്കാനെത്തുന്ന ചീനനോ ചെകുത്താനോ എന്ന് ചോദിച്ചു വയലാർ. എവിടെ? മഹാഭാരതത്തിലെ കഥയിൽ നമ്മുടെ അതിരാക്രമിക്കാനെത്തുന്ന ചീനനോ ചെകുത്താനോ. ഇന്നും ചൈന നമ്മളെ റെഡിയാക്കാൻ കാത്തിരിക്കുക. അതാണ് വയലാറിൻ്റെ പ്രസക്തി. നിങ്ങൾ വായിക്കണം കേട്ടോ കല്യാണ സൗന്ദര്യം. അതിരാക്രമിക്കാനെത്തുന്ന ചീനനോ ചെകുത്താനോ. അപ്പം അതുകൊണ്ട് വയലാർ എന്നും ഉണ്ടാവും. വയലാറിൻ്റെ പാട്ടുള്ളിടത്തോളം കാലം നമ്മളും ഉണ്ടാവും. മരണം വരെ ഈ മനോഹര തീരത്ത് ഞാനും ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവും. വയലാറിൻ്റെ പാട്ടുകളും ഉണ്ടാവും, ദേവരായ മാസ്റ്റർ സംഗീതം ഉണ്ടാവും, ആദരണീയരായ ഇവരുടെയൊക്കെ കൂടെ പാട്ടുപാടിയ ദാസേട്ടൻ്റെ ശബ്ദം ഉണ്ടാവും. സുശീലാമ്മയുടെ ശബ്ദമാണ് ഗംഭീരം. ദാസേട്ടൻ്റെയും പള്ളിയരമന വെള്ളിയരമനയിൽ ജയേന്ദ്രൻ ചേട്ടൻ മരിച്ചു പോയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉണ്ടാവും. പൂവും പ്രസാദവും ഉണ്ടാവും. പിന്നെ ആരൊക്കെയാ? മാധുര്യമ്മയുടെ പാട്ട് ഇന്നെനിക്ക് ഭാസ്കര മാഷ. മറ്റേ നീലാംബരമേ താരാപഥമേ ഭൂമിയിൽ ഞങ്ങൾക്ക് ദുഃഖങ്ങൾ നൽകിയ ദൈവമിപ്പോഴും അവിടെയുണ്ടോ? ചോദ്യം. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പക്ഷേ വയലാർ ഒരു നിലപാട് തറയിൽ നിന്നയാളാണ്. വഴിക്കിട്ട് അപ്പുറത്തേക്കും പോയിട്ടില്ല, ഇപ്പുറത്തേക്കും പോയിട്ടില്ല. ഇവിടെ നിന്നുകൊണ്ട് വയലാർ വിശ്വസിക്കുന്ന തത്വശാസ്ത്രത്തിൽ നിന്നും തെറ്റിപ്പോകുന്നവരെ വയലാർ തിരുത്തുകയാണ് ചെയ്തത്. അപ്പോൾ നിലപാട് മാറിയിട്ടില്ല. അവരുടെ ആൾക്കാരെ തന്നെ തിരുത്തി, നിങ്ങളുടെ വഴി ഇതാണ് ശരി. അതുകൊണ്ട് വയലാർ അങ്ങനെ ദൈവനിഷേധിയൊന്നും പറയാൻ പറ്റില്ല. അതിമനോഹരങ്ങളാണ്, മറ്റാരെ എഴുതിയേക്കാൾ ഗംഭീരമായ ഭക്തിഗാനങ്ങളാണ്. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കുട്ടിപ്പാട്ടുകൾ. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവനെപ്പോൾ വരും മുതൽ വൃദ്ധനായിട്ട് മരിച്ചു കിടക്കാൻ നേരത്തുള്ള പാട്ട് വരെയുണ്ട്. അങ്ങനെ നമ്മുടെ പ്രണയത്തിലും ദുഃഖത്തിലും സുഖത്തിലും സന്തോഷത്തിലും വിരഹത്തിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ മനുഷ്യത്വത്തിലും പ്രകൃതിയിലും കടലിലും കായലിലും നദിയിലും ഹംസങ്ങളിലും പക്ഷികളിലും ആകാശത്തിൻ്റെ അപ്പുറത്തൊരു ഇടമുണ്ടെങ്കിൽ അവിടേക്കും ആ പരന്ന ആകാശത്തിൻ്റെ പരന്നു കിടക്കുന്ന ആകാശത്തിൻ്റെയും അഗാധമായ ആഴിയിലേക്കും കൊണ്ടുപോയി. അഗാധമായി ഈ കടൽ കാണാൻ കുറേ ആൾക്കാർ വരുന്നില്ലേ, അവർക്കൊരു പാട്ടുണ്ട് കേട്ടോ, ഇത് പറഞ്ഞു കൊടുത്തോളൂ. കടലിൽ മുത്തുവാരാൻ പോയവരേ മുത്തെന്തേ കണ്ടില്ല, ചുഴികൾ കണ്ടു ചിപ്പികൾ കണ്ടു തിരിച്ചു പോന്നു, വെറുതെ തിരിച്ചു പോന്നു. കടല് കാണാൻ പോയവരെ കടലെന്തേ കണ്ടില്ല, തിരകൾ കണ്ടു തീരം കണ്ടു
മടങ്ങി വന്നു വെറുതെ തിരിച്ചു പോന്നു. അപ്പോൾ ആരാ കടൽ കണ്ടവൻ? കടൽ കണ്ടവൻ ഇവിടെ ജീവിക്കുന്നുണ്ട്. സുമാരക്കുടി മാഷ് പറഞ്ഞ മാതിരി യഥാർത്ഥത്തിൽ കടൽ കണ്ടവൻ കടലിൽ മരിച്ചുപോയവനാണ്, അല്ലെങ്കിൽ കടലിൽ ആത്മഹത്യ ചെയ്തവനാണെന്നാണ്. അതാണ് പറഞ്ഞ് നമ്മൾ വെറുതെ വന്നിട്ട് കടൽ കാണാൻ പോയവരെ കടലെന്തേ കണ്ടില്ല, തീരം കണ്ടു, തിരകൾ കണ്ടു, നമുക്ക് തിരിച്ചു പോന്നു, സ്നേഹത്തിൽ തിരിച്ചിടും. ഇനി കാട് കാണാൻ പോയാലുണ്ട്. എല്ലാവരും കാട്ടിലേക്കാണല്ലോ പോവുക. കാടൊക്കെ മൊട്ടക്കുന്നാക്കി. കാട് കാണാൻ പോയവരെ കാടെന്തേ കണ്ടില്ല, മലകൾ കണ്ടു, മരങ്ങൾ കണ്ടു, തിരിച്ചു പോന്നു, വെറുതെ തിരിച്ചു പോന്നു. ഇത് ഗംഭീര പാട്ടാട്ടോ. അഗ്നിപരീക്ഷയിലെ ദാസേട്ടൻ പാടിയതാ, വയലാർ ദേവരാജൻ മാസ്റ്റർ. അതിൻ്റെ അവസാനമാണ് കൂടെ വന്ന വിധി മാത്രം കടലും കാടും കണ്ടു, കൂടെ വന്ന വിധി മാത്രം. അതൊരു ട്രെയിനിൻ്റെ ശബ്ദത്തിലെ തുടങ്ങാം. മുത്തുവാരാൻ പോയവരെ മുത്തെന്തേ കണ്ടില്ല. അങ്ങനെയാണത്. അപ്പോൾ കടല് വെറുതെ കാണാണ്. കടലെന്താണെന്ന് അറിയുന്നില്ല. കടലറിഞ്ഞാലല്ലേ കടൽ കാണാൻ പറ്റൂ. കടലറിയാതെ വെറുതെ കടൽ കണ്ടു, കാടറിയാതെ വെറുതെ കാട് കണ്ടു. അങ്ങനെയൊക്കെ നമ്മൾ വെറുതെ ഉപരിപ്ലവമായ ഒരു കാര്യം നടക്കുന്നുള്ളൂ. അത് വയലാർ ഇത് ഇന്ന് 69 എഴുതിയതാണ്. വളരെ സന്തോഷത്തോടു കൂടി ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന വലിയൊരു വയലാർ ആരാ? വയലാർ എൻ്റെയും ടി എൻ പ്രതാപനും ഒക്കെ ഹൃദയങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന ലൈറ്റ് ഹൗസാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ? പ്രകാശഗോപുരം. വലിയ കപ്പലുകൾക്ക്, വലിയ ബോട്ടുകൾക്ക്, യാട്ടുകൾക്ക്, പാവപ്പെട്ടവനായ വള്ളത്തിൽ മീൻ പിടിക്കാൻ പോകുന്നവന് കൃത്യമായ വഴി കാണിച്ചു കൊടുക്കുന്ന കവിതയുടെ, പാട്ടിൻ്റെ, സ്നേഹത്തിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ പ്രകാശഗോപുരമാണ് വയലാർ രാമവർമ്മ. മരിച്ച് 50 വർഷം കഴിഞ്ഞിട്ട് വയലാറിനെ ഓർക്കുക. അടുത്ത കൊല്ലം ഓർക്കും. മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ഓർക്കും. അഴീക്കോടിൻ്റെ ഒരു തമാശ പറഞ്ഞ് നിർത്താം. അഴീക്കോടൊരു പ്രസംഗത്തിൽ മാഷ് പറഞ്ഞു, ഈ നമ്മുടെ ആരോഗ്യം ഉണ്ടല്ലോ, ഈ വൈദ്യശാസ്ത്രം വലിയൊരു പരീക്ഷണത്തിലാണ് അത്രയും. ആളുകൾ മരിക്കാതിരിക്കാൻ ഏതൊക്കെ മരുന്നുകൾ കണ്ടുപിടിക്കണം എന്നവർ പരീക്ഷണശാലകളിൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. മരിച്ച് 50 വർഷം കഴിഞ്ഞിട്ടും ജീവിക്കുന്ന വയലാറിനെ കുറിച്ച് ഇവർക്ക് എന്ത് വിവരമാണുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ മരിച്ച 50 വർഷം കഴിഞ്ഞാൽ ഓർക്കണം. അവിടെയാണ് ഒരു മനുഷ്യൻ്റെ കോൺട്രിബ്യൂഷൻ. അവിടെയാണ് വയലാർ പറഞ്ഞ ഫിലോസഫിയുടെ സത്യം. എല്ലാ കുട്ടികൾക്കും അറിയാം. ഇപ്പം എൻ്റെ വീട്ടിലൊരു കുട്ടിയുണ്ട്, 3 വയസ്സായി. ആ കുട്ടിക്ക് വയലാറിൻ്റെ പാട്ടറിയാം. ആ കുട്ടി ഞാൻ വിളിക്കുമ്പോൾ അവൻ തൃക്കാക്കര പൂപ്പോരാഞ്ഞ് ഒക്കെ പാടുക. അതുപോലെ കിഴക്കൊരാന ഇത് പാടുക. ഇതൊക്കെ കുട്ടി പാടുക. ഈ 2 അക്ഷരം കൂട്ടിച്ചൊല്ലാൻ കഴിയുന്ന കുട്ടികൾക്കറിയാം വയലാറിനെ. ഏറ്റവും വലിയ ഉന്നതങ്ങളിലിരിക്കുന്ന ആൾക്കും അറിയാം വയലാറിനെ. സാധാരണക്കാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വയലാർ എന്ന് പറയുന്നൊരു പ്രകാശഗോപുരമാണ്. അത് കാലത്തിൻ്റെ ഭിത്തിയിൽ കൊത്തിവെക്കപ്പെട്ട വാക്കുകളാണ്. അത് വയലാർ, അതൊരു ദേശമല്ല. അങ്ങനെ ഒരു പ്രവാചകൻ ഇനി ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു വയലാറിനെ പോലെ ഒരു പ്രവാചകൻ ഇനി ഉണ്ടാവില്ല. കാരണം പ്രവാചകന്മാരൊക്കെ കക്ഷി രാഷ്ട്രീയത്തിൽ ചേരുന്ന അവസ്ഥയാണ്. അങ്ങനെ വന്ന് അവർക്ക് വേണ്ടത് ഇഷ്ടമുള്ള പാർട്ടി ഏതാ വെച്ചാൽ അതിൻ്റെ ആളാവുക. ഞാനത് രാഷ്ട്രീയം പറയല്ല കേട്ടോ. അവർക്ക് ഏറാമൂളികളും വിറക് വെട്ടുകാരും വെള്ളം കോരുന്നവരും അങ്ങനെയാണ്. ഇപ്പോൾ വയലാർ അങ്ങനെയല്ല. അവിടെ നിന്നിട്ട് ഉറച്ചു നിന്നിട്ട് പറഞ്ഞു, 1000 യുഗങ്ങളിൽ ഒരു അതാണ് വയലാർ. അതാണ് നിലപാട്. അങ്ങനെ വയലാർ രാമവർമ്മ എന്ന ഒരിക്കലും അസ്തമിക്കാത്ത ആ സൂര്യൻ്റെ, ഒരിക്കലും അസ്തമിക്കാത്ത ആ നിലാവിൻ്റെ, ഒരിക്കലും വാടാത്ത ആ പൂക്കാലത്തിൻ്റെ, ആ പൂക്കളുടെ സുഗന്ധം, പ്രണയത്തിൻ്റെ നൊമ്പരം, ജീവിതത്തിൻ്റെ ദുഃഖം, അച്ഛനമ്മമാരുടെ സ്നേഹം, അമ്മ എന്ന് പറഞ്ഞാൽ വയലാറിന് ഏറ്റവും വലുത് അമ്മയാണ്. വയലാർ എഴുതിയില്ലേ, അമ്മേ അമ്മേ അവിടുത്തെ മുൻപിൽ ഞാനാര് ദൈവമാര്. അമ്മേ. ആദിയിൽ വാനവും ഭൂമിയും തീർത്ത് ദൈവമായിരിക്കാം. പക്ഷേ
ആ ദൈവത്തെ പെറ്റുവളർത്തിയതമ്മയല്ലോ അമ്മ ആണ് വയലാർ. ഞാൻ അമ്മയെ കൂടെ ഓർത്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കുറേ നേരമായി സംസാരിക്കുന്നു. ഞാൻ നിർത്തി. എന്നെ ഇന്നത്തെ ഈ ദിവസം, ഈ മനോഹരമായ, അതും കേരളപ്പിറവി ദിവസത്തിൽ എന്നെ ഇവിടെ വരാൻ കഴിഞ്ഞ സന്തോഷം. എന്നെ 2 ദിവസം മുമ്പാണ് വിളിച്ചത്. എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ സ്നേഹിതനും രാഷ്ട്രീയ നേതാവും ഈ ഗ്രാമത്തിൻ്റെ പുത്രനും പുരോഗമനപരമായ കാര്യങ്ങളെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളും ചിരകാല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നയാളും സ്നേഹത്തിൻ്റെ മറ്റൊരു പേരുമായ സ്നേഹത്തെ പ്രതാപമാക്കി മാറ്റിയ പ്രിയങ്കരനായ TN പ്രതാപനുള്ള നന്ദി അറിയിക്കുന്നു. അത് വേണോ? അത് പാടുന്നില്ലേ? ഞാൻ പാടിയത് ശരിയാവില്ല. ഞാൻ പാട്ടുകാരനല്ല. ഇത് ആവേശം വന്നിട്ട് പാടണ്ട. വേറെ ഇത് ഇദ്ദേഹത്തിന് വേണ്ടി. ചന്ദ്രകളഭം, ശബ്ദം പോരാട്ടോ, അപ്പോഴേ ഹാർമണി ഉള്ളൂ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ, സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, ഗന്ധർവഗീതമുണ്ടോ? ഭൂമിയോടാ. വസുന്ധരേ, കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ? ആരാമോനെ വന്നേ? ആഹാ. അപ്പോൾ വളരെ സന്തോഷം. ഒരു പാട്ട് ഒരു ഓർക്കസ്ട്രയോട് കൂടി കൊടുത്താ പ്രധാനം പറഞ്ഞു എന്നോട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ദേവരായ മാഷ പാട്ട് ഫുൾ പാട്ട് ഇപ്പോഴും പേടിയാണ്. ദേവരായ മാഷ എന്നെ ഇങ്ങനെ നോക്കണ പോലെ തോന്നും. അറിയൊക്കെ ചെയ്യാം, പക്ഷേ എനിക്ക് രാഘവ മാഷ പാട്ട് വിടുമ്പോൾ പേടിയില്ല. കൊടുങ്ങല്ലൂർ അമ്മ, കൊടുങ്ങല്ലൂർ MLA അല്ലായിരുന്നു, 1968 പുറത്തിറങ്ങിയ കൊടുങ്ങല്ലൂർ അമ്മ എന്ന ചിത്രത്തിലെയാണ് ഗാനം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് രാഘവ മാഷ് ഈണം, നസീർ സാറ് KR വിജയം ഒക്കെയാണ് രംഗത്ത്. വെച്ചോ